നന്ദി ധനേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2035 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ വേണുഗോപാൽ എസ് റെഡ്ഡിയ സാറാണ്. MD MRCP UK, ABIM USA, ഫിസിഷ്യൻ ആൻഡ് ബിഹേവിയറൽ സയന്റിസ്റ്റ് USA. 50 വർഷത്തിലധികം ചികിത്സാനുഭവങ്ങളുള്ള ഡോക്ടർ ഇന്ന് ഏകാന്തത ഇസ് നരകം, ഏകാധിത ഇസ് സ്വർഗം എന്ന വിഷയത്തിലാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ വേണുഗോപാൽ എസ് റെഡ്ഡിയ സാറിനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഓക്കെ, നേരെ ആദ്യം സ്ലൈഡ് ഷോയിൽ തന്നെ തുടങ്ങിക്കളയാം. ഓക്കെ, സ്ലൈഡ് കാണാം, എന്നെ കേൾക്കാം? ഓക്കെ, ഗുഡ്. ഏകാന്തത ഒരു നരകം, ഏകാകിത ഒരു സ്വർഗം. ഈ ഏകാകിത എന്ന വാക്കിന്റെ വല്ല അർത്ഥവും പിടികിട്ടി അങ്ങനെ കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ നോ ഇട്ടെ ചാറ്റ് ബോക്സിൽ. ഞാനിത് മെനഞ്ഞാന്നാണ് ഈ വാക്ക് ഞാൻ തന്നെ ആദ്യമായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഡോക്ടർ മനോജ് കേട്ടിട്ടുണ്ട്. ഇതിൽ എന്റെ വ്യാഴാഴ്ച ഞാൻ കൊടുത്ത ടോക്കായിരുന്നു ലോൺലിനെസ് ഇസ് ഹെൽ, സോളിറ്റ്യൂഡ് ഇസ് ഹെവൻ. അതായത് ഞാൻ അതിന്റെ ആ ഫ്ലെയർ കാണിക്കാം. ഇതാണ് ഞാൻ വ്യാഴാഴ്ച ഞാൻ എന്റെ പ്ലാറ്റ്ഫോമിൽ കൊടുത്തത്, ലോൺലിനെസ് ഇസ് ഹെൽ, സോളിറ്റ്യൂഡ് ഇസ് ഹെവൻ. അപ്പോൾ ഞാൻ മലയാളത്തിലോട്ട് ആക്കാനായിട്ട് ഞാൻ നോക്കിയോണ്ട് രണ്ടിനും മിക്കയിടത്തും എഴുതിയിരിക്കുന്നത് ഏകാന്തത ഏകാന്തത. സോളിറ്റ്യൂഡ് ഇട്ടപ്പോഴും ഏകാന്തത, ലോൺലിനെസ്സും ഏകാന്തത. അപ്പൊ ശരിയല്ലല്ലോ. അപ്പൊ അങ്ങനെ കുറെ തപ്പിയാണ് ഒരു സൈറ്റിലാണ് പിന്നെ വന്നത്. താങ്ക് യു സുരേഷ് മാർജി. അത് ഏകാകിത. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഇതിൽ രണ്ടും ഏകാന്തം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ടോക്ക് എവിടെ എത്തത്തില്ല. അപ്പൊ സോളിറ്റ്യൂഡ് ആൻഡ് ലോൺലിനെസ്. നമ്മുടെ മഹാകവി ഉള്ളൂരിന്റെ ഒരു കോട്ടാണിത്. നമുക്ക് നാമേ പണിവത് നാഗം, നരകവും അതുപോലെ. വി മേക്ക് അവർ ഓൺ ഹെവൻ ആസ് വെൽ as ഹെൽ. എപ്പോഴാണ് ഇത് ഉണ്ടാക്കുന്നത്? വെൻ യു ആർ എലോൺ. വെൻ എ പേഴ്സൺ ഇസ് എലോൺ, ആരുമില്ല, ഫിസിക്കലി ആരുമില്ല. എലോൺ നിൽക്കുമ്പോൾ നമ്മുടെ മൈൻഡ് അത് വന്നിട്ട് നമ്മളുടെ അപ്പോഴത്തെ ആ സിറ്റുവേഷന് ഒന്നുകിൽ നരകമാക്കും, അല്ലാന്നുണ്ടെങ്കിൽ സ്വർഗമാക്കും. ഇത് ക്ലിയർ ആയോ? ഉള്ളൂർ പറഞ്ഞതിന്റെ ക്ലിയർ ആയെങ്കിൽ ഒരു C8 ഒരു C8 കേൾക്കാന്നിട്ടെ ഞാൻ ഇതല്ലേ ഈ ടോക്കിന്റെ ഏറ്റവും വലിയ ഇത്. താങ്ക് യു മനോജ് ജി, മറിയമ്മജി, താങ്ക് യു. എന്റെ മിഷൻ എന്റർടൈൻ, എൻലൈറ്റൻ, എംപവർ. ഒരു ചേഞ്ചും ഇല്ല. അതേപോലെ ഒരു ചേഞ്ചും ഇല്ലാത്തതാണ് എന്റെ എല്ലാ ടോക്സും. ഏതിനെ ആധാരമാക്കിയാണ്? ഒന്ന് ഫാക്ട്സ്, വസ്തുതയാണ്, സ്റ്റോറീസ്, എന്റെ സ്വന്തം ജീവിതത്തിലെ എക്സ്പീരിയൻസ് ബേസ്ഡ് സ്റ്റോറീസ് ഓർ വേറെ ഹിസ്റ്റോറിക്കൽ റിയൽ ലൈഫ് സ്റ്റോറീസ്. അടുത്തത് കൊട്ടേഷൻസ്. ഈ ടോപ്പിക്കിനെ ഞാൻ ചൂസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ പിന്നെ റിസർച്ച് ചെയ്യും. എത്ര ബുക്സ് ഉണ്ട്, എവിടെയൊക്കെ ഉണ്ട്, എന്തൊക്കെയാണെന്നൊക്കെ. ഞാൻ ആദ്യം ബുക്ക് കാണുമെന്ന് വിചാരിച്ചില്ല. നോക്കിയുണ്ട്, ഇന്നാ പിടിച്ചോ ഒരുപാട് പുസ്തകങ്ങൾ ഓൺ ലോൺലിനെസ് ആൻഡ് സോളിറ്റ്യൂഡ്. കൊട്ടേഷൻസിന്റെ കാര്യമല്ലോ, ഞാൻ അന്തം വിട്ടുപോയി.
അന്തം വിട്ടുപോകാന്നുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ശരിക്കും അന്തം വിട്ടുപോയത്. ഒരു 1500ഓളം കൊട്ടേഷനാണ് സോളിറ്റ്യൂഡിന്, അതുപോലെ 1500ഓളം കൊട്ടേഷൻ ലോൺലിനെസ്. ഇത്രയും ഞാൻ ഈ അടുത്ത കാലത്ത് ഒരിക്കലും ഐ ഹാവ് നെവർ സീൻ. അപ്പൊ ഞാൻ അതിൽ ഓരോന്നിൽ നിന്നും ഒരു 300 കൊട്ടേഷൻസ് മാത്രമേ എനിക്ക് വായിക്കാൻ സമയം കിട്ടിയിട്ടുള്ളൂ. അപ്പൊ എത്ര ഉണ്ടെന്നുള്ള വ്യാപ്തി പിടികിട്ടിക്കാണല്ലോ. ദി പവർ ഓഫ് സോളിറ്റ്യൂഡ്, ദി ജോയ് ഓഫ് സോളിറ്റ്യൂഡ്. സോളിറ്റ്യൂഡ് 3 ടൈപ്സ് കാണിച്ചു. ഇനി ലോൺലിനെസിനെ കുറിച്ച് പറയാൻ വെച്ചാൽ ദി ക്യൂർ ഫോർ ലോൺലിനെസ്. ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്തോന്നാണ്? ക്യൂർ. അപ്പൊ ലോൺലിനെസ് ഒരു അസുഖമാണെന്നുള്ളതുകൊണ്ടല്ലേ ക്യൂർ വരുന്നു. അസുഖമല്ലെങ്കിൽ ആ വാക്ക് ആരെങ്കിലും ഉപയോഗിക്കുമോ? മറിയാമ്മജി അല്ലേ? അപ്പൊ ലോൺലിനെസ് ഇസ് ആൻ ഇൽനെസ്. അപ്പൊ അതിന് എന്താണ് ചികിത്സ? അങ്ങനെയും ഒരു ബുക്കുണ്ട്. ലോൺലിനെസ് പ്രോബ്ലമാണ്. അപ്പൊ ലോൺലിനെസ് ഒരു പ്രോബ്ലം ആണെന്ന് പറയണം കേട്ടോ. ഒരു പ്രോബ്ലം ആകുമ്പോ അതിനെ ഇത് ചെയ്യണ്ടേ, അതിനെ നേരിടണ്ടേ, ഒരു പരിഹാരം കണ്ടെത്തണ്ടേ. പിന്നെ ദി ലോൺലിനെസ് എപ്പിഡമിക്. നിങ്ങൾ പാൻഡമിക് കാണും, എൻഡമിക് കേട്ട് കാണും, എപ്പിഡമിക്. അതായത് ഒരുപാട് ഇങ്ങനെ സർജാണ് ഈ ലോൺലിനെസ്, കൂടി 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 വരുന്നു. ഇനി ഫോർ യുവർ ഇൻഫർമേഷൻ, അമേരിക്കയിലെ ഇവിടുത്തെ സൈക്കാട്രിക് അസോസിയേഷൻ അവർ 2024 അവരുടെ സ്റ്റഡി ആൻഡ് റിസർച്ച് കണ്ടുപിടിച്ചത്, മനസ്സിലാക്കിയത് 1 in 3 അമേരിക്കയിലെ 3-ൽ 1, അതായത് 33% ദേ ആർ സഫറിങ് ഫ്രം ലോൺലിനെസ്. എങ്ങനെയുണ്ട്? ചെറിയ നമ്പറാണോ? നിസ്സാരമാണോ നമ്പര്? ഇല്ല, 1 in 3. നമ്മളവിടെ ഡാറ്റ ഒന്നുമില്ല. പക്ഷേ എനിക്ക് തന്നെ, ഞാൻ ഇരുന്ന് ഈ ടോക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ ഇരുന്ന് ആലോചിച്ചപ്പോൾ എന്റെ കുറെ ബന്ധുക്കൾ എന്റെ മനസ്സിന് മുന്നിൽ വന്നു. ദോസ് സഫർ ഫ്രം ലോൺലിനെസ്. ലോൺലിനെസ് ആണ് അവസാനം ആത്മഹത്യ ചെയ്തവരുണ്ട് എന്റെ ബന്ധുക്കൾ, 2 പേര്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ അവിടെ ഉണ്ട്, വലിയൊരു പ്രശ്നമാണ്. ഡു എഗ്രി? എഗ്രി എന്നുണ്ടെങ്കിൽ ഇത് ഏട്ടെ ഇങ്ങനെ ചോദിച്ച് ഞാൻ പോവാണ്. ശരി, ഈ ടോക്ക് എഗ്രി എന്നുണ്ട്. ഓക്കെ മനോജി. എന്റെ ആരും വന്ന് മിക്കവരും ഒന്ന് വേറെ ആളത്ത് പറയത്തില്ല, ഡോക്ടറെ ഞാൻ ഏകാന്തത അനുഭവിക്കുന്ന എത്ര പേരാ പറഞ്ഞിട്ടുള്ളത്? ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ ഏകാന്തത, അതിന് എന്താണ് ചികിത്സ ചോദിക്കാറില്ല. പക്ഷെ ഏകാന്തത മൂലം ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളായിട്ടാണ് വരുന്നത് ഡോക്ടറെ അടുത്ത്. അതിന്റെ റൂട്ട് കാസ് ലോൺലിനെസ്, ഓർ ലോൺലിനെസ് മേക്സ് ഒരു എക്സിസ്റ്റിംഗ് ഒരു പ്രോബ്ലത്തിനെ അത് കുറച്ചുകൂടെ വഷളാക്കും, ഗുരുതരമാക്കും. ലോൺലിനെസിന്റെ ഡെഫിനിഷൻ: loneliness is the state of distress or discomfort that results when one perceives, അനുഭവപ്പെടുന്നു, a gap between one's desires, ആഗ്രഹങ്ങൾ of social connection, and actual experience of it. സോഷ്യൽ കണക്ഷൻ ആഗ്രഹിക്കുന്നു, എൻ്റെ മക്കളുമായിട്ട് ഇത് ചെയ്യണം, എൻ്റെ ഭാര്യയുമായിട്ട്, എൻ്റെ ബന്ധുക്കളുമായിട്ട്, എൻ്റെ സുഹൃത്തുക്കളുമായിട്ട്. പക്ഷേ നടക്കുന്നില്ല. മക്കളെല്ലാം ബിസി എന്നാണ് ചോദിച്ചാൽ, മക്കളെല്ലാം ബിസി. തന്ത വൈബ് വേണ്ട, തള്ള വൈബ് വേണ്ട. ചെറുമക്കൾ, അവരുമായിട്ടും ഒരു വേണം. എല്ലാം പഴഞ്ഞ് ചെറുമക്കൾ ഇങ്ങനെ വാട്സാപ്പും വെച്ച് ഇന്റർനെറ്റായിട്ട് നിൽക്കുന്നു. സോഷ്യൽ കണക്ഷൻ ആഗ്രഹിക്കുന്നു, കിട്ടുന്നില്ല. ഈ പറയുന്നത് ശരിയാണോ? ശരിയാണെങ്കിൽ ഒരു യെസ് ഇട്ടെ ഞാൻ ഈ പറഞ്ഞത്. സോ ദാറ്റ് ഈസ് വൈ ഈ ലോൺലിനെസ് ഇസ് ഗ്രോയിങ്. പണ്ട് ഇങ്ങനെ ഇല്ല. പണ്ടാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലേലും ജോയിന്റ് ഫാമിലി ആയിരുന്നു ഒരു 40-50 കൊല്ലത്തിന് മുമ്പ്. അത് പോയി പിന്നെ ഭാര്യയും ഭർത്താവും കുട്ടികളും. പക്ഷേ വീട്ടിൽ ഈ സെൽഫോൺ ഇല്ല,
TV ഇല്ല, വേറെ ഒന്നുമില്ല. പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് വന്നിപ്പോൾ വീട്ടിനകത്ത് തന്നെ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നത് തന്നെ വളരെ അപൂർവം. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അതും അപൂർവം. മറ്റേത് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നാട്ടുകാര്യങ്ങളും കുശലങ്ങളും സംസാരിക്കും. അപ്പൊ അതെല്ലാം പോയി കിട്ടിയോ? ഞാനീ പറയുന്നത് അവിടുത്തെ റിയാലിറ്റി ആണോ, അതോ ഞാൻ വെറുതെ കയറി അമേരിക്കയിൽ ഇരിക്കുന്ന ഡാക്ടർക്ക് ഒരു പിണ്ണാക്ക് അറിഞ്ഞൂടാ കേട്ടാ, ഇവിടെ ഞങ്ങളെല്ലാം വളരെ ജാലിയാണ്, അങ്ങനെയാണോ? ഏതാണ് ഏതാണ് ഇങ്ങനെ ഓരോന്നും കെട്ടിയെടുത്തിട്ട് വന്ന് നോക്കൂ. ഇവിടെ ഞങ്ങളെല്ലാം ഇവിടെ ആ കൂടി ദിവസവും ഇങ്ങനെ എന്തൊരു ഇതെന്നറിയാം. ഞങ്ങൾക്ക് ഇവിടെ ലോൺലെസ്സേ ഇല്ല. ഞാൻ പറയുന്നത് ശരിയാണോ? ശരിയാണെന്ന് വെച്ചാൽ ട്രൂ ഇട്ടേ, ഇഫ് ഇറ്റ് ഇസ് ട്രൂ, ഇഫ് യു അഗ്രി, ഓക്കെ. അങ്ങനെ സംഗതി ഇത് ട്രൂ. ഓക്കെ, താങ്ക് യു. ഇനി സോളിറ്റ്യൂഡ്, വാട്ട് ഇസ് ദി ഡിഫറൻസ്? ഇത് രണ്ടും 180 ഡിഗ്രി ആണ് ഡിഫറൻസ്. മിക്കവരും അറിഞ്ഞൂടാ. ഞാൻ ഈ ടോക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്റെ കുറെ ഫ്രണ്ട്സിന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, ഇത് ഡിഫറൻസ്, അത് രണ്ടും ഒന്നല്ലേ? ഇതായിരുന്നു മിക്കവരുടെയും മറുപടി. സോളിറ്റ്യൂഡ് ഇസ് ഡിസൈറബിൾ, എ സ്റ്റേറ്റ് ഓഫ് ബീങ് അലോൺ വേർ യു പ്രൊവൈഡ് യുവർസെൽഫ് വണ്ടർഫുൾ ആൻഡ് സഫിഷ്യന്റ് കമ്പനി. നമ്മുടെ അപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? നമ്മൾ തന്നെയാണ്. യു ആർ ഇൻ ദി കമ്പനി, വേറെ ആരല്ല, നിങ്ങൾ തന്നെയാണ്. അപ്പോൾ സോളിറ്റ്യൂഡ് ഈസ് സംതിങ് യു ചൂസ്, ലോൺലിനെസ് ഇസ് ഇമ്പോസ്ഡ് ഓൺ യു ബൈ അതേഴ്സ്. മനസ്സിലായെങ്കിൽ യു അണ്ടർസ്റ്റാൻഡ്. ഈ രണ്ടും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇനിയാണ് എന്റെ കുറെ സ്ലൈഡുകളിൽ കൂടി ഇതിന്റെ ഓരോന്നിനെയും എക്സ്പ്ലെയിൻ ചെയ്ത് വരാൻ പോകുന്നത്. എന്റെ അടുത്ത് ചിലപ്പോൾ ചില ടോപ്പിക്ക് ഞാൻ ചില ചോദിക്കാറുണ്ട്. അതുപോലെ എന്റെ അടുത്ത് ഈ ടോപ്പിക്ക് ചെയ്തപ്പോഴും ഒന്നിന്റെ പേര് ചോദിച്ചാണ്, നിങ്ങൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ എങ്ങനെ എക്സ്പെർട്ടാണോ? ചോദ്യമാണ്. നിങ്ങൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ, ഇത് നമ്മുടെ മലയാളിയുടെ മൈൻഡ് എല്ലാത്തിനും ചോദ്യം ചെയ്യും. ഏതിന് ആവശ്യമില്ലാത്തതിന് ചോദ്യം ചെയ്യേണ്ടതിന് ചോദ്യം ചെയ്തില്ല. അതാണ് സ്പെഷ്യാലിറ്റി. മനോജ് ചിരിക്കുന്നുണ്ട് അല്ലെ? എവിടെയൊക്കെ ചോദിക്കണോ അതൊന്നും ചോദിക്കത്തില്ല. രാഷ്ട്രീയക്കാരൻ പറയുന്ന മണ്ടത്തരം അപ്പോൾ ചോദിക്കത്തില്ല. അവിടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. എന്നെ പോലുള്ളവരത്തിനെ പിടിച്ച് ചോദ്യം ചോദിക്കും. ഇത് നിങ്ങൾ സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ഇതാണുള്ളത്? ഉണ്ട്. I know the pain. I have experienced the pain of loneliness. And I have experienced the joy of solitude. രണ്ടും അനുഭവിച്ചതാണ്. അപ്പൊ ചുമ്മാതെ ഡോക്ടറോട് ഒന്ന് കുറെ ഗുണ്ടടിച്ചു പോകാൻ പറയത്തില്ലേ? ഇങ്ങനെ ലോൺലിനെസ് എന്തോന്ന് എപ്പോഴ് മറിയമ്മയുടെ മനസ്സിനകത്ത് ആ തോട്ട് ഇങ്ങനെ പോകുന്നത് എനിക്ക് കാണാം. എന്റെ ഈ സ്കാനിങ് മെഷീൻ, എന്റെ പ്രത്യേക ഒരു സ്കാനിങ് മെഷീൻ ഉണ്ട് കേട്ടോ. ആ MRI കൂടെ ഞാൻ നോക്കുമ്പോൾ മറിയാമ്മ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. എപ്പോഴാണ്? 1989. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇന്ത്യ വിട്ട് വിദേശത്തേക്ക് പോകുന്നത്, അമേരിക്കയിൽ, ലോസ് ആഞ്ചലസിൽ. അത് 37 വർഷത്തിന് മുൻപ് അമേരിക്കയിൽ വന്നു. അത്രയും ദിവസം അനുഭവിക്കാത്ത സഡൻ ആയിട്ടുള്ള ഇതാണ്. ഫ്രണ്ട്സ് ആരും ഇല്ല, ബന്ധുക്കളില്ല. അന്ന് ഇതേപോലുള്ള ഈ മൊബൈൽ ഫോണൊന്നുമില്ല. ആ കൂടി പഠിക്കാൻ വന്നതാണ് ബിഹേവിയറൽ സയൻസിന്റെ. അവിടെ സായിപ്പും മാതാമയൊക്കെ ഉണ്ട്. അവരുമായിട്ടൊക്കെ അങ്ങനെ പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് പിടിക്കാനോ പിന്നെ ഇതൊന്നും ഇല്ല. അപ്പൊ ആ കോളേജിൽ പോയിട്ട് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാല് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഏകാന്തത. മറ്റേ നാട്ടില് വീട്ടിനടുത്ത് ഇറങ്ങി നടന്ന് സംസാരിക്കാം. ഇവിടെ അങ്ങനെ റോട്ടിൽ നടക്കുന്നവരും കാണത്തില്ല, സംസാരിക്കാനും. മറ്റവിടെ ഒന്നുമില്ല, ഒരു മുറുക്കാങ്കടയിൽ പോയി ഒരു പാളയംകോടം പഴവും കഴിച്ചുകൊണ്ട് കുറച്ചു നേരം അവൻ്റെ സംസാരിക്കാം. അതിലിരിക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ അവൻ്റെ സംസാരിക്കാം. ശരിയല്ലേ മനോജി? അല്ലേ? അപ്പൊ അതൊന്നും ഇവിടെ രക്ഷയില്ല, ഒത്തുമില്ല. അപ്പൊ ഞാനിങ്ങനെ ബോർഡായിട്ട്, ലോൺലിനെസ് ക്രിയേറ്റ്സ് ബോർഡം. അപ്പോൾ വല്ലാത്തതായിട്ട് എന്റെ ഉള്ളില് ഉള്ള ആദ്യത്തെ ചില ടോക്സ് ആണ്, എന്തിന് ഇവിടെ വേണോ ഇനിയും ഒരു 2 കൊല്ലം ജോലിയില്ലേ? ഇത് വല്ലാത്ത കഷ്ടമാണ് കേട്ടോ നാട്ടിൽ മക്കളെ.
തിരിച്ചു പോവാം. അവിടെ മെഡിക്കൽ കോളേജിൽ അഡീഷണൽ പ്രൊഫസർ അല്ലേ, അവിടെ ചെന്ന് ജോയിൻ ചെയ്യാം. ഇതൊന്നും വേണ്ട, ഇതൊക്കെ വെറും ബോറാണ്. എന്റെ ഉള്ളിൽ നിന്ന് വോയിസ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ, ചലോ ചലോ ചലോ, ഗർ വാപ്പസി, ഗർ വാപ്പസി, എന്റെ വോയിസ് ഇങ്ങനെ. അങ്ങനെ അത് മാത്രമല്ല, ഇവിടെ നിന്ന് നാട്ടിലോട്ട് ആരെങ്കിലും വിളിച്ച് സംസാരിക്കണമെന്ന് വെച്ചാൽ അന്ന് ഫോണിന്റെ ചാർജ് ഉണ്ടല്ലോ. എനിക്ക് കാശ് അധികം ഇല്ല, ഞാൻ സ്റ്റുഡന്റ് വിസയിലാണ് വന്നിരിക്കുന്നത്. 1 മിനിറ്റിന് $2.5. 1 മിനിറ്റിന് അന്ന് 1989 $2.5 എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ആണ്, ഇന്റർനാഷണൽ കോൾ. അങ്ങനെയും പറ്റത്തില്ല. അങ്ങനെ ഞാൻ നാട്ടിലുള്ള ഒരു റിട്ടയർഡ് ഒരു സൂപ്രണ്ടിങ് എഞ്ചിനീയർ, അതേപ്പോഴും മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ പേര് സുബ്രഹ്മണ്യ അയ്യർ. അദ്ദേഹം എനിക്ക് ഒരു ചെറിയൊരു എൽഡർലി ഒരു ഫ്രണ്ട് ആയിരുന്നു. ഞാൻ പുള്ളിയെ വിളിച്ചേച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞു, സ്വാമി எப்படி எப்படி இருக்கு அங்க, எப்படி இருக்கு? ഞാൻ പറഞ്ഞു, எப்படி இருக்கு இங்க ரொம்ப தனிமை എന്ന് പറഞ്ഞാല് லோன்லினஸ் ரொம்ப இதா இருக்கு, யாருகிட்டையும் பேசுறதுக்கு இல்ல, அப்படி இருக்கு. எதுக்கு நீ அங்க போய் കഷ്ടപ്പെട്ടിട്ട് இருக்கணும், வந்துரு, திருப்பி வந்துரு കേട്ടോ. പറയുന്നതാണ് ഉടനെ തിരിച്ചു വരാനായിട്ട്. അതും കൂടെ സ്വാമിയും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ വരി കെട്ടി പൊക്കളയാം ഇനി. എന്നിട്ട് പതുക്കെ പ്ലെയിൻ്റെ ടിക്കറ്റ് ഒക്കെ പതുക്കെ ഒന്ന് അന്വേഷിച്ചു. അത്രേ. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം ലൈബ്രറിയിൽ ചുമ്മാ തന്നെ പോയി. അവിടുത്തെ പബ്ലിക് ലൈബ്രറി ഹ്യൂജ്, അത് 20,000 40,000 സ്ക്വയർ ഫുട്ടേജ് ഉണ്ട്, ലക്ഷക്കണക്കിന് ബുക്കുകളുണ്ട്. അവിടെ ചെന്ന് ഇങ്ങനെ ബുക്കുകൾ നോക്കിയപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലൊന്നും അന്ന് കണ്ടിട്ടേ ഇല്ല, ഓഷോ രജനീഷിന്റെ 10-30-40 ടൈറ്റിലുണ്ട്. നമ്മുടെ നാട്ടിൽ അതെല്ലാം സെക്സ് ഗുരു എന്ന് പറഞ്ഞ ഓഷോയുടെ ഒരു ബുക്കും ഒരു ബുക്ക് ഷോപ്പിലും ഇല്ല, ഒരു ലൈബ്രറിയിലും ഇല്ല. അപ്പൊ എനിക്കും അങ്ങനെയായിരുന്നു ധാരണ. എന്നുവെച്ചാൽ മലയാള മനോരമ സൺഡേ സപ്ലിമെന്റിലേക്ക് 2-3 തവണ ഓഷോ ഗുരുവിനെ, ഓഷോയെ കുറിച്ചും ഇങ്ങനെ മാതാവുമാരുമായിട്ടൊക്കെ ഡാൻസ് ചെയ്യുന്ന ആ പടങ്ങളൊക്കെ ഇട്ട് സെക്സ് ഗുരുവാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതാണ്, ആ ബയസാണ് എന്റെ മനസ്സിലും. ഓഷോ കൊള്ളത്തില്ല. പക്ഷെ ചുമ്മാതെ ഒരു ബുക്കിനടുത്ത് ഒരു 2 പേജ് വായിച്ചപ്പോഴാണ്, എടാ ഇത്ര ലോജിക്കാണ്, അവിടെ സെക്സ് ഒന്നും അല്ല, പറയുന്നത് ഓരോന്നിനെ കുറിച്ചും വളരെ ഡീപ്പായിട്ട് പറയാണ്. പിന്നെ അവിടെ നിന്ന് കുറെ ബുക്സ് ബോറോ ചെയ്തു. ഷെർലക് ഹോംസ് ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു, അതെല്ലാം വായിച്ചു. അപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു, ഇനിയാണ് ഇത് പ്രതീക്ഷിക്കാത്തൊരിതാണ്. കോളേജിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ബുക്കുകളുണ്ട്, ഇതിനിങ്ങനെ വായിച്ചു വായിച്ചു സമയം പോകുന്ന അറിയുന്നില്ല. ആ ഏകാന്തത മാറിക്കിട്ടി, ബോർഡം ഇല്ല. ബിക്കോസ് എന്താ സംഭവിക്കുന്നത്, വെൻ യു ആർ റീഡിങ് എ ബുക്ക്, അവിടെ ദി റൈറ്റർ ഈസ് ടോക്കിംഗ് ടു യു. ആ റൈറ്റർ ഈസ് ടോക്കിംഗ് ടു യു ആൻഡ് യു ആർ ലിസണിങ് ടു ദി റൈറ്റർ. So it's a dialogue. ഇത് ക്ലിയർ ആണെങ്കിൽ ഒരു ചെയ്യട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന മരുന്ന്. ലോൺലിനെസ് വല്ലവർക്കും ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്നാണ് ഞാൻ. ആ മരുന്ന് ഉഗ്രൻ ഔഷധമാണ് പ്രതാപ്ജി, ഉഗ്രൻ ഔഷധം. പിന്നെ തിരിച്ച് നാട്ടിലോട്ട് പെട്ടും കെട്ടി വരേണ്ട യാതൊരു ഇതുമില്ല. ഐ വാസ് വെരി കംഫർട്ടബിൾ and I used that free time. I converted that loneliness into solitude. അതാണല്ലോ, ലോൺലിനെസ്സിനെ സോളിറ്റ്യൂഡ് ആയിട്ട് എന്നെ മാറ്റി. സിമ്പിൾ. ടു ബി ഫ്രാങ്ക്, 2 കൊല്ലം കഴിഞ്ഞ് എനിക്ക് തിരിച്ച് നാട്ടിൽ വരാൻ വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ ഇവിടത്തെ എന്തൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഇതാണ്. റോഡെല്ലാം ഇതായിട്ടുള്ള വൈഡ്, ക്ലീൻ, ട്രാഫിക് എല്ലാം ഇതുണ്ട്, നിയമമെല്ലാം പാലിച്ചു പോകുന്നുണ്ട്, എല്ലാം കൊണ്ടും. എനിവേ, സോ ഇപ്പോഴിപ്പിടി കിട്ടിയോ? ഞാൻ എൻ്റെ ചോദിച്ചത്, നിങ്ങൾ ഇതിന്റെ എക്സ്പെർട്ട് ആണോ? ഞാൻ പറഞ്ഞ അതെ, ഞാൻ എക്സ്പെർട്ടാണ്, അനുഭവിച്ചവനാണ്. ആർ യു കൺവിൻസ്ഡ്? യു ആർ കൺവിൻസ്ഡ്, പുട്ട് സി ഇൻ ദി ചാറ്റ് ബോക്സ്. അത് തീർന്നില്ല, അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇംഗ്ലണ്ടിൽ ഞാൻ പോയപ്പോൾ MRCP അതിനൊക്കെ വേണ്ടി 2 കൊല്ലം അവിടെ, 2 കൊല്ലം അവിടെ 15 ആശുപത്രിയിൽ വർക്ക് ചെയ്ത ഞാൻ. ഗിന്നസ് ബുക്കിൽ എന്റെ പേര് വരേണ്ടതാണ്. ഗിന്നസ് ബുക്കിൽ 15 ആശുപത്രിയിൽ ലോക്കം ജോബ്, റെഗുലർ ജോബ് കിട്ടുന്നില്ല. എന്തുകൊണ്ട്? പ്രായം 40 വയസ്സായി, മിക്കവരും എടുക്കുന്നില്ല. എല്ലാ വിധത്തിലും വിവേചനം ഉണ്ട്.
ജാതി, മതം, അതുപോലെ പ്രായം. അത് കാരണം ചിലയിടത്ത് ഒരു ദിവസം ജോലി, വേറെ ആശുപത്രി പോകുമ്പോൾ 3 ദിവസം ജോലിയുണ്ട്, ജോലിയില്ല, ജോലിയുണ്ട്, ജോലിയില്ല. ഇങ്ങനെ ഇതായിട്ട് ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ 6 മാസം ജോലി ചെയ്ത് ഒറ്റയടി. അപ്പൊ അവിടെ എല്ലാം പോകുമ്പോൾ വേറെ വേറെ സ്ഥലമാണ്. അതായത് ഒരു ഉദാഹരണം പറയത്തില്ല, ഇന്ന് തിരുവനന്തപുരത്താണെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നത് ചെന്നൈയിലാണ്, അത് കഴിഞ്ഞാൽ ചെന്നൈ കഴിഞ്ഞ പിന്നെ ഹൈദരാബാദാണ്. അപ്പൊ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുമോ മറിയാമ്മജി? ഉണ്ടോ? ഇല്ല. ഫ്രണ്ട്സും ഇല്ല, ബന്ധുക്കളും ഇല്ല. അപ്പോഴും നേരത്തെ 89-ൽ ഞാൻ അത് പഠിച്ചത് കാരണം ആ ലോൺലിനെസ്സും അവിടുത്തെ ലൈബ്രറിയിൽ നിന്നും അല്ലാതെ യൂസ്ഡ് ബുക്ക്, സെക്കൻഡ് ഹാൻഡ് ബുക്സ് കടകൾ എവിടെ ഉണ്ടോ അവിടെ ഞാൻ പോയി. എവിടെയെങ്കിലും സെക്കൻഡ് ഹാൻഡ് ബുക്സ് വിൽക്കുന്ന കടയുണ്ടോ? വേണുഗോപാൽ റെഡ്ഡിയാറിനെ അവിടെ കാണാം ഒരു കസ്റ്റമറായിട്ട്. അങ്ങനെ വായിച്ച് ടൈം ഇതാക്കി. സോ ദാറ്റ് ഈസ് വൈ ദി സീക്രട്ട് ഓഫ് ഇത്. ഇവിടെ കേസും പയ്യാവിലും പലതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ വർക്ക് ചെയ്യുമ്പോഴും അമേരിക്കയിൽ ഇത്തവണ വന്നപ്പോഴും ഒറ്റയ്ക്കാണ്. യെസ്, ലോൺലെസ്സിനെ സോൾട്യൂഡായിട്ട് കൺവേർട്ട് ചെയ്തു. പൊങ്ങച്ചം പറയാനല്ല, ഫാക്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റോറീസ്, എന്റെ ഓൺ പേഴ്സണൽ സ്റ്റോറി. ടേക്ക് ഇറ്റ്. Loneliness is the poverty of self. Solitude is the richness of self. ഇനി എന്താണ് ലോൺലെസ് കൊണ്ട് പ്രശ്നം? നേരത്തെ പറഞ്ഞു ലോൺലെസ് എന്താണ്, ക്യൂർ ഫോർ ലോൺലിനെസ്. ലോൺലെസ് കൊണ്ട് എന്താണ് പ്രശ്നം വരാൻ പോകുന്നത്? ഇത് മിക്കവർക്കും അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് കുറച്ചു പേർക്ക് അറിയാമായിരിക്കാം, ബിക്കോസ് നിങ്ങളും ഹോമിയോപ്പതി മെഡിക്കൽ ഇതാണ് ഹെൽത്ത് കെയർ പ്രൊഫഷനിൽ നിൽക്കുന്നതാണ്. ഡിപ്രഷൻ. നേരത്തെ പറഞ്ഞു എന്റെ 1-2 ബന്ധുക്കൾ ദേ കമ്മിറ്റഡ് സൂയിസൈഡ്. എപ്പോഴാണ് ഈ ടി വി ഒക്കെ വരുന്നതിന് മുമ്പുള്ള കാലത്താണ്. ബിക്കോസ് ഓഫ് ദി ഫീലിംഗ് ഓഫ് ലോൺലിനെസ്. അവരെ ഇന്നിപ്പോ അങ്ങനെ ഒരു ചെറിയ സേവിങ് ഇതാണ്. ടി വി ഒക്കെ ഉള്ളത് കൊണ്ട്, ഈ വാട്സാപ്പ് ഉള്ളതുകൊണ്ട് കുറെ പേരെങ്കിലും രക്ഷപ്പെടും, കുറച്ച് പേരെങ്കിലും രക്ഷപ്പെടും. അത്ര ലോൺലി ആകത്തില്ല. അതിന് വാട്സാപ്പിൽ നിങ്ങൾക്ക് വീഡിയോ കോളും ഇടാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ വീഡിയോ കോൾ ആകുമ്പോൾ എനിക്ക് മറിയാമ്മജിയെ കണ്ടുകൊണ്ട് സംസാരിക്കാം, നമ്മുടെ ജയചന്ദ്രൻജിയെ കണ്ടുകൊണ്ട് സംസാരിക്കാം, സുകുമാരൻ നായരെ കണ്ടുകൊണ്ട് സംസാരിക്കാം. ഇപ്പോഴത്തെ സൂം വന്നോട് ഇതപ്പൊ നിങ്ങളെല്ലാം കണ്ടുകൊണ്ട് സംസാരിക്കാം, അല്ലേ? അപ്പൊ അങ്ങനെ ഇന്ന് അത്ര ഇതില്ല. പക്ഷെ സ്റ്റിൽ യെസ്, ഇറ്റ്സ് എ റിയൽ പ്രോബ്ലം. ഡിപ്രഷൻ, സ്ട്രോക്ക്, ഹാർട്ട് ഡിസീസ്. ഹൈ ബ്ലഡ് പ്രഷർ. എന്നുവെച്ചാൽ ഈ സ്ട്രെസ് ഹോർമോൺസ് എല്ലാം കൂടുതൽ സെക്രീറ്റ് ചെയ്യും, റിലീസ് ചെയ്യും ബോഡി. അഡ്രീനലിൻ എന്ത് പറ്റും? ബ്ലഡ് പ്രഷർ അങ്ങോട്ട് മുകളിലോട്ട് പോകും. ഹാർട്ട് റേറ്റ് കുതിര കുളമ്പടിച്ച് പോകുന്ന പോലെ സ്പീഡായിട്ടടിക്കും. സോ ഹാർട്ടിന്റെ പ്രോബ്ലംസ് ബിക്കോസ് ഓഫ് ഫീലിംഗ് ഓഫ് ലോൺലിനെസ്. ഡിമെൻഷ്യ, യെസ്, അതൊരു റിയൽ ആയിട്ടുള്ള ഒരു ഇതാണ്, റിസ്ക് ആണ്. യു ആർ നോട്ട് ഹാവിങ് ഒരു ഇന്ററാക്ഷൻ വരുമ്പോൾ ആ ഗ്രാജുവലി ബ്രെയിൻ്റെ ആക്ടിവിറ്റി കുറയാണ്. നമ്മുടെ മെമ്മറീസ് ലൈക്ക് എ മസിൽ. നമ്മുടെ മസിൽ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നാലാണ് മസിൽ നിൽക്കുന്നത്. നടക്കുന്നു, എല്ലാ മസിൽ എക്സസൈസ്. കാലിലൊക്കെ നടക്കുന്നില്ല, വേറെ ഒന്നും ചെയ്യുന്നില്ല, കുറെ കഴിയുമ്പോൾ മസിൽ അങ്ങോട്ട് സൂക്ഷിച്ചു പോവും. ശരിയാണോ മറിയാമ്മജി? ശരിയാണെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ശരിയാണോ? അതുപോലെ മെമ്മറി ഇസ് എ താങ്ക് യു വിവോ. നിങ്ങളുടെ പേരെന്താണെന്ന് ഒരു പിടി കിട്ടുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ പേര് എനിക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഫോൺ ഇതായിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? മെമ്മറി ഓൾസോ ഗ്രാജുവലി ബിക്കംസ് വീക്ക്. അതാണ് ഡിമെൻഷ്യ എടുത്ത് വരുന്നത്. ആങ്സൈറ്റി, പ്രിമച്വർ ഡെത്ത്, ഇതെല്ലാം വരുമ്പോൾ എന്ത് പറ്റും? ഇങ്ങനെ ഇതെല്ലാം വരുമ്പോൾ നേരത്തെ തന്നെ കാറ്റ് പോകും. ഈ മലയാളത്തിൽ സംസാരിക്കാൻ കിട്ടുമ്പോൾ ഒരു സന്തോഷം എനിക്കെന്ന് അറിയാമോ? ഇങ്ങനെയുള്ള ചിലതൊക്കെ പറയാനായിട്ട് മലയാളത്തിലേ പറ്റത്തുള്ളൂ. ഇംഗ്ലീഷിൽ ദി വിൻഡ് വിൽ ഗോ എന്ന് പറഞ്ഞാൽ ആർക്കും പിടികിട്ടത്തില്ല. നമുക്ക് അപ്പൊ അവിടെ ചില കാറ്റ് പോവും, അല്ലെങ്കിൽ ആള് വടിയാവും കേട്ടോ. എബ്രഹാം വൈദ്യൻ കേട്ടോ, ആള് വടിയാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിലേ പറ്റത്തുള്ളൂ. നേരത്തെ തന്നെ നമ്മുടെ ഫോട്ടോയിൽ മറ്റേ 0 വാട്ട് ബൾബും ആ പ്ലാസ്റ്റിക് മാലയും കയറും. ശരിയല്ലേ എബ്രഹാം വൈദ്യൻജി? 0 വാട്ട് ബൾബും ഒരു പ്ലാസ്റ്റിക് മാലയും അവിടെ കയറും.
അപ്പൊ അങ്ങനെ നിസ്സാരമായിട്ട് കാണരുത് ഈ ലോൺലിനെസ്. സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഇങ്ങനെ വരുമ്പോഴാണ് വേറെ ചിലർക്ക് പിള്ളേർക്ക് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അഡിക്ഷൻ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്താണ്? ദേ ഫീൽ ലോൺലി. പണ്ടാണിച്ച് വിളിച്ചെന്ന് ഫ്രണ്ട്സായിട്ട് കളിക്കും, അങ്ങനെ ഇതായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ഫ്രണ്ട്സായിട്ട് സംസാരിക്കും. ഇന്നല്ലേ എവിടെയും വിടത്തില്ല, പാരന്റ്സ് വീട്ടിൽ വിളിയത്തില്ല. ശരിയല്ലേ? ട്യൂഷൻ ട്യൂഷൻ ട്യൂഷൻ, പഠിക്കേ. അപ്പൊ വീട്ടിനകത്ത് തന്നെ ആയിട്ട് പിന്നെ സോഷ്യൽ മീഡിയ ആണ്. അങ്ങനെയാണ് അവർക്ക് ഫ്രണ്ട്സ് എവിടെ നിന്ന് കിട്ടുന്ന അക്വൈൻറ്റൻസിനെ അവന് ഫ്രണ്ട്സ് എന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ് അല്ല, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം. എന്തുകൊണ്ട്? ലോൺലിനെസ്. സോഫാർ എങ്ങനെയുണ്ട്? സോഫാർ കൊള്ളാമെന്നുണ്ടെങ്കിൽ ഒരു ജി ഇട്ടെ. സോഫാർ ദി പ്രസന്റേഷൻ ഈസ് ഇറ്റ് ഗുഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ, ഒരു ജി കാണട്ടെ. ഓക്കെ പ്രതാപ്, ഓക്കെ താങ്ക് യു. ഓക്കെ വൈദ്യൻജി, ഗുഡ്, താങ്ക് യു. അങ്ങനെ മറിയാമ്മജി, താങ്ക് യു. ഓക്കെ, സാംസങ് ആയതാണ് ഈ പേരറിഞ്ഞൂടാ. പിന്നെ ആൽക്കഹോളിസം. നമ്മുടെ നാട്ടിൽ എന്തിനാണ് മിക്കവർക്കും കൂലിപ്പണി ചെയ്യുന്നവൻ എല്ലാം കഴിഞ്ഞിട്ട് ഒരു 800 1000 രൂപ കിട്ടുന്നത്, അവൻ ബിവറേജസ് കോർപ്പറേറ്റിലെ ലൈനിൽ നിന്ന് ഒരു ദിവസം 200-300 രൂപ പൊട്ടിക്കുന്നുണ്ട്. ശരിയാണെന്നുണ്ടെങ്കിൽ യെസ് അട്ടെ. ആ ബിവറേജ് കോർപ്പറേറ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നവനെല്ലാം പൂത്ത കാശുള്ളവനൊന്നും അല്ല. അവൻ അന്നത്തെ കൂലി കിട്ടുന്നതന്നെ വീട്ടിൽ പോലും കാശ് കൊടുക്കാതെ നേരവേ അവൻ അവിടെ നിന്ന് അടിക്കുകയാണ്. എന്തുകൊണ്ട്? മിക്കവര് ചിന്തിക്കുന്നില്ല. അവൻ ഹിസ് ലൈഫ് ഈസ് മിസറബിൾ ബിക്കോസ് when he goes home he feels lonely. കഴിഞ്ഞാല് ഭാര്യമാരെല്ലാം TV സീരിയൽ കണ്ടുകൊണ്ടിരിക്കും. കേട്ടാ, ശരിയാണോ? അപ്പൊ ആ സമയത്ത് സംസാരിക്കാൻ പറ്റത്തില്ല. അവരെല്ലാം ബിസി വാച്ചിങ് സം TV സീരിയൽ. നെയ്ബേഴ്സിനെ വിളിച്ചാൽ പോയാലും അവിടെയും പറ്റത്തില്ല. ഞാൻ ഇവിടുന്ന് എന്റെ 1-2 ഫ്രണ്ട്സിനെ നാട്ടിൽ വിളിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്ന എടുക്കുന്നേ ഇല്ല. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ഇന്നലെ 2 ദിവസം നിങ്ങൾ വിളിച്ചു, നിങ്ങൾ കിട്ടുന്നില്ല. എപ്പോഴും വിളിച്ചു. ഞാൻ പറഞ്ഞ അവര് പറഞ്ഞ അപ്പോഴും നമ്മൾ TV സീരിയൽ കണ്ടുകൊണ്ടിരിക്കും. കേട്ടാ, തീർന്നില്ലേ? ആയോ? സോഷ്യൽ ലൈഫ് ഇല്ല. അപ്പൊ പിന്നെന്താണ്? അടിച്ച് ഉറങ്ങുക. ഇതാണ് നമ്മുടെ അവിടുത്തെ ആൽക്കഹോൾ അഡിക്ഷന്റെ വൺ ഓഫ് ദി റൂട്ട് കാസസ്. An idle mind is the devil's workshop. ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡ് ചുമ്മാ വെറുതെ ഇരിക്കുന്നു. ഇപ്പൊ തന്നെ വെറുതെ ഇരിക്കുന്നു ഇദ്ദേഹം വൈദ്യൻ അല്ലെങ്കിൽ രാജൻ, വെറുതെ ഇരിക്കുന്നു. അപ്പോൾ കുറെ തോട്ട്സ് വരും. ശരിയാണോ? നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ തോട്ട്സ് ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും തോട്ട് വരും. പെട്ടെന്ന് ഞാൻ ഇറാൻ യുദ്ധം എപ്പോഴും അവസാനിക്കും, നമുക്ക് LPG ഇത് എപ്പോഴും കിട്ടും, ഇനി ഇപ്പൊ അടുത്ത മാസത്തിൽ ബുക്ക് ചെയ്യണോ? തോട്ട്സ് വന്നോ? അങ്ങനെ ഇലക്ഷൻ ഇപ്പൊ ഇത്തവണ ആരാണ് ജയിക്കുന്നത്? മറ്റേത് ഇങ്ങനെ UDF ആണോ LDF ആണോ, സതീശനാണോ മതീശനാണോ, ചെന്നിത്തലയാണോ, പിണറായി ആണോ? ഇങ്ങനെ പല തോട്ട്സും വരും. അതിന്റെ കൂടെ ചില പേടി വരും. എപ്പോഴും എന്നാണ്ട് ഒരു വൈറസ്, പുതുതായിട്ട് ഒരു വൈറസ് വന്നിരിക്കുന്നു പറയുന്നുണ്ടൊക്കെ. നിപ്പ വീണ്ടും വന്നെന്ന് കേട്ടോ, കോവിഡിന്റെ പുതിയ സ്ട്രെയിൻ വന്നെന്ന്. അത് ഇനി പിടിക്കുമോ? സോ ഐഡിൽ മൈൻഡ്, ഉള്ളിൽ നിന്നൊരു വോയിസ് സംസാരിച്ചുകൊണ്ടേയിരിക്കും. മോസ്റ്റ് ഓഫ് ദി ടൈം നെഗറ്റീവ് ആണ്. മോസ്റ്റ് ഓഫ് ദി ടൈം ഫോർ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും നെഗറ്റീവ് ആയിട്ടുള്ളതാണ് വരുന്നത്. അതിലാണ് ഫിയറും ആങ്സൈറ്റി എല്ലാം വരും. അപ്പോൾ ലൈഫ് വിൽ ബിക്കം എ ഹെൽ. ആ തോട്ട്സിനെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് മാറ്റി ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയാൽ ആ കോവിഡ് എന്താണ് 75 ഇത് പണ്ട് വന്നില്ലേ, നമ്മൾ ജീവിച്ചില്ലേ, ഒന്ന് തട്ടിയൊന്നും പോയില്ലേ, ഇതും അതുപോലെ ഇങ്ങനെ പോകും. മാറി പോസിറ്റീവ്. കേട്ടാ, LPG അതിപ്പോ വീട്ടിലെല്ലാം കിട്ടുന്നുണ്ടല്ലോ. ഹോട്ടല്, എനിക്കായാലും ഹോട്ടലില്ലല്ലോ, ഞാൻ ഹോട്ടൽ നടത്തുന്നില്ലല്ലോ. അതിനെക്കുറിച്ച് ആലോചിച്ച് വല്ല വിഷമിക്കാനുണ്ട്. കുറെ പേര് സംസാരിക്കും, ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ ഓക്കെ, അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് എന്ത് പ്രശ്നം? ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എന്ത് പ്രശ്നം? അല്ല, എനിക്ക് പ്രശ്നമല്ല, എന്നാലും വലിയ ബാക്കിയുള്ളവരെ കുറിച്ചുള്ള അങ്ങേക്ക് വലിയ സമൂഹത്തിനെ കുറിച്ചുള്ള വലിയ വിഷമമാണ് അവരുടെ ഇതിൻ്റെക്ക്.
ഞാൻ പറഞ്ഞു കോവിഡ് സമയത്ത് 2 കൊല്ലം അവിടെ എല്ലാ ഹോട്ടലും അടച്ചിട്ടിരുന്നില്ലേ, റെസ്റ്റോറന്റ് അടച്ചിട്ടിരുന്നില്ലേ, സിനിമാ തിയേറ്റർ അടച്ചിട്ടിരുന്നില്ലേ? അതെ. ഇതിപ്പം കുറച്ച് ആഴ്ചകളോ കുറച്ച് മാസങ്ങളോ ആയിരിക്കും എന്റെ. അത് വരുമ്പോഴേ അനുഭവിച്ചേ പറ്റൂ. അതിനെക്കുറിച്ച് വിഷമിച്ചാലും. അപ്പൊ അങ്ങനെ നെഗറ്റീവ് തിങ്ങിനെ മാറ്റിക്കഴിഞ്ഞാൽ ആ ലോൺലിനെസ്സിലുള്ള അത് മാറിക്കിട്ടും. ഡു യു എഗ്രി? ഇഫ് യു എഗ്രി പുട്ട് ഇൻ ദി ചാറ്റ് ബോക്സ്. ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇതൊക്കെ ചെയ്താണ് ഞാൻ ഈ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്റെ ഉള്ളിലും ചെകുത്താൻ പതുക്കെ സംസാരിച്ചു തുടങ്ങും കേട്ടാ. അങ്ങനെ ചെകുത്താൻ എങ്ങനെയെങ്കിലും ഒന്ന് ഇത് കാണിക്കും. ചെകുത്താന്റെ ആയിട്ടുള്ള നമ്മുടെ നെൽസൺ അതേ ഉണ്ട് ഇവിടെ. മറിയാമ്മാജി, നിങ്ങളുടെ പള്ളിയിലെ ഫാദർ നെൽസൺ അതേ ഉണ്ട്. അപ്പോഴങ്ങനെ അതാണ് സത്സംഗ് എന്നൊക്കെ പറഞ്ഞത്. ഹിന്ദുക്കളുടെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു സത്സംഗ്, ഒരു ഗ്രൂപ്പായിട്ട് ആൾക്കാരെല്ലാം എനിക്ക് ബൈബിൾ വായിക്കുന്നത്. അപ്പൊ അത് വായിക്കുമ്പോൾ ഈ നെഗറ്റീവ് തോട്ട്സിനെ കുറെ നേരത്തേക്ക് നിർത്തും. മറ്റേ ഒരു ഭഗവത്ഗീത വായിക്കുന്നത് എന്തിനാണ്? ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നെഗറ്റീവ് തോട്ട്സ് ഒന്ന് നമ്മളെ ലൈഫിനെ മിസറബിൾ ആക്കാതിരിക്കാനാണ്. ഉണ്ടാ ഐഡിയലായിട്ടിരിക്കുമാണ് ചുമ്മാ വല്ലതും കഴിച്ചുകൊണ്ടിരിക്കുക. ഉള്ള പൊട്ടറ്റോ ചിപ്സും അതും വെള്ളാടിയും മറ്റേ പെപ്സി, കോക്ക് എല്ലാ വിധത്തിലും ആരോഗ്യത്തിൽ ഇരിക്കും, ബോറടിക്കുകയാണ്. The loneliness you feel with another person, that is the wrong person, is the loneliest of all. ഓർക്കണം, നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ റൂം, ഇപ്പൊ പലരും കോളേജിലേക്ക് പഠിക്കുക, ഹോസ്റ്റലിൽ റൂംമേറ്റ് ചിലപ്പോൾ കാണും. ഇബ്രാഹിം ബൈജി, ആ റൂംമേറ്റും നമ്മളും തമ്മിൽ ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ റൂമിൽ പോകുമ്പോൾ will it be more miserable? Yes or no? മിസറബിൾ ആണോ? നമ്മള് അയാളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, സംസാരിക്കത്തില്ല, ഒന്നിച്ച് താമസിക്കുകയാണ്. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് താമസിക്കുകയാണ്. അവർ തമ്മിൽ ജഗട. അതാണ് മറ്റേ കിലിക്കൻ സിനിമയില് ജഗതി ശ്രീകുമാർ പറയല്ലോ, ജഗട 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 ആണെന്നുണ്ടെങ്കിൽ പിന്നെ സംഗതി ഇത് വല്ലതുണ്ടോ? ഇല്ല. അതാണ് ആ കൊട്ടേഷനിൽ പറഞ്ഞു വരുന്നത്. ഇനി അതിന്റെ അത് തന്നെയാണ് റോബിൻ വില്യംസ് പറഞ്ഞ ഒരു ഇതാണ്. I used to think the worst thing in life was to end up all alone. It is not. The worst thing in life is to end up with people who make you feel all alone. ശരിയല്ലേ? ശരിയാണെന്നുണ്ടെങ്കിൽ 2 വൈയിട്ടെ. യെസ് യെസ്. അതിനാണ് പഴയൊരു മലയാള സിനിമ വന്നു, അതിന്റെ ടൈറ്റിൽ തന്നെ ആൾക്കൂട്ടത്തിൽ തനിയെ. കണ്ടിട്ടുണ്ടോ ഇബ്രാഹിം വൈദ്യൻജി? സിനിമയ്ക്ക് അഭിനയിച്ചാണ് ആൾക്കൂട്ടത്തിൽ തനിയെ. ഏറ്റവും സിറ്റിയും ഗ്രാമവും, ഗ്രാമത്തിലെ ജനത്തിന് ഫ്രണ്ട്സും കമ്പനിയുണ്ട്, നെയ്ബേഴ്സായിട്ടൊക്കെ. ഇവിടെ സിറ്റിയിൽ വന്നു അപ്പാർട്ട്മെന്റ്, അടുത്ത അപ്പാർട്ട്മെന്റിൽ താമസിക്കാൻ ആരെന്ന് അറിയത്തില്ല. ശരിയാണോ? നമ്മുടെ നാട്ടിൽ അതുപോലെ ആയില്ലേ? നാട്ടിലായില്ലേ? പണ്ടാണെന്നുണ്ടെങ്കിൽ എന്താണ്, അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നവന്റെ പേര് അറിയാം, അവന്റെ പിള്ളേർ എത്ര ഉണ്ട് എല്ലാം അറിയാം. ഇവിടെ ആരും അറിഞ്ഞൂടാ. പോസ്റ്റ്മാൻ മാത്രമേ അറിയത്തുള്ളൂ. ഈ അപ്പാർട്ട്മെന്റ് അടുത്ത അപ്പാർട്ട്മെന്റിൽ ആര് താമസിക്കത്തുള്ളത്? പോസ്റ്റ്മാൻ, വേറെ ഇല്ല. സോ ദാറ്റ് ഈസ് വാട്ട് അങ്ങേരും പറഞ്ഞു റോബിൻ വില്യംസ്. ആൻഡ് ഫോർ യുവർ ഇൻഫർമേഷൻ, റോബിൻ വില്യംസ് കമ്മിറ്റഡ് സൂയിസൈഡ്. He committed suicide. ആ ലോൺലെസ്സിന് ആയിരിക്കണം എന്റെ. If you are afraid of loneliness, do not marry. Anton Chekhov. ഈ ആന്റോൺ ചെക്കോവ് എന്ന് പറയുന്നത് റഷ്യൻ പ്ലേ റൈറ്റ് ആൻഡ് പുള്ളിക്കാരൻ ഡോക്ടറായിരുന്നു. 44-ാമത്തെ വയസ്സിൽ മരിച്ചു, കാറ്റുപോയി. 41 വയസ്സ് വരെ കല്യാണം കഴിച്ചില്ല. കല്യാണം കഴിച്ച് 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കാറ്റുപോയി. അപ്പൊ ആ കല്യാണം കഴിച്ചപ്പോ ആയിരിക്കും എങ്ങനെ അത് എഴുതിയത് കേട്ടോ. ഇഫ് യു തിങ്ക് അഫ്രൈഡ് ഓഫ് നെവർ മാരി. കല്യാണം കഴിച്ച പ്രശ്നം എന്നുള്ളത് സ്വന്തം അനുഭവത്തിന്റെ ഇതായിരിക്കണം എങ്ങനെ പറഞ്ഞത്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇഫ് യു ആർ അഫ്രൈഡ് ഓഫ് ലോൺലിനെസ്, ഡു നോട്ട് മാരി. എങ്ങനെയുണ്ട്? അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇൻട്രസ്റ്റിംഗ് കൊട്ടേഷൻസ്. There is no loneliness like that of a failed marriage. ഇത് ഞാൻ അവിടെ നാട്ടില് എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഫോർ കൗൺസിലേഴ്സ്, കുറെ ഫാമിലി കോർട്ട് അഡ്വക്കേറ്റ്സ് ഉണ്ട്. അങ്ങനെ പലയിടത്തും ഞാൻ ചോദിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇതാണ്, ഇതില്
ദേ ഫീൽ ലോൺലി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഡിവോഴ്സ് കിട്ടിയ അടുത്ത ഒരു കല്യാണം കഴിക്കാന്നുള്ളതാണ്. അത് നമ്മുടെ കോടതിയിൽ നടക്കുന്നുണ്ടോ? ഇല്ല, ഇല്ല. 10 കൊല്ലം 20 കൊല്ലമായാലും ഒരാൾ സമ്മതിക്കുന്നില്ല, ഭാര്യ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഭർത്താവ് സമ്മതിക്കുന്നില്ല, ഡിവോഴ്സ് കിട്ടത്തില്ല. ദാറ്റ് പേഴ്സൺ വിൽ ഹാവ് ടു ലീവ് എ ലോൺലി ലൈഫ്, സഫർ ചെയ്യണം. ഇത് അറിയാമെന്നുണ്ടെങ്കിൽ, അവെയർ ആയിരുന്നുണ്ടെങ്കിൽ ഇട്ടെ. മെനി പീപ്പിൾ ആർ നോട്ട് അവെയർ ഓഫ് ദിസ് വൺ. പീപ്പിൾ ഹൂ ട്രൈ ടു ഗെറ്റ് എ ഡിവോഴ്സ്, അത് നാട്ടില് എളുപ്പം അല്ല. ആ ഒരു കാര്യത്തില് അമേരിക്കയെ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് എ ഡിവോഴ്സ്, രണ്ടുപേരും സമ്മതിക്കണമെന്നില്ല. ഒരാള് പറഞ്ഞ് ഇറക്കൺസൈലബിൾ ഡിഫറൻസ്, യാതൊരു വിധത്തിലും പൊരുത്തപ്പെടാൻ പറ്റാത്ത ഇറക്കൺസൈലബിൾ ഡിഫറൻസ് മാത്രം പറഞ്ഞാൽ മതി. കോടതി വന്നിട്ട് യെസ്. പിന്നെ നോക്കുന്നത് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ ചൈൽഡ് സപ്പോർട്ട് 18 വയസ്സ് വരെ, അതിന്റെ കണക്ക് നോക്കും. പിന്നെ സ്വത്തുണ്ടെങ്കിൽ അതിനെ വായിക്കുന്നു. അത്രേ ഉള്ളൂ. അല്ല ഡിവോഴ്സ് തരാതിരിക്കത്തില്ല. ഇന്ത്യയിൽ അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഫെയിൽഡ് മാരേജ്, on stage I might make love to 25,000 people, then I go home alone. Janis Joplin, ഉഗ്രൻ സെലിബ്രിറ്റി സിംഗർ ഒക്കെ ആയിരുന്നു. നമ്മുടെ ഇപ്പോൾ നാട്ടില് നമ്മളിപ്പം പറയുന്നില്ലോ ശ്രേയ ഘോഷ്, അല്ലെ? ശ്രേയ ഘോഷ് നമ്മുടെ പാട്ടുകാരി. അതുപോലെ വളരെ ഇതായിട്ടുള്ളൊക്കെ. ആൻഡ് ഷീ ഡൈഡ് വെൻ ഷി വാസ് ഹാർഡ്ലി 27 years old. ഹെറോയിൻ ഓവർഡോസ്. എത്ര സിംഗേഴ്സും സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ അവിടെ ഡ്രഗ് അഡിക്ഷനിൽ മരിച്ചിട്ടുള്ളത്. മൈക്കൽ ജാക്സൺ ഡ്രഗ് അഡിക്ഷൻ ഉണ്ടായിരുന്നു. എൽവിസ് പ്രസ്ലി, ജിമി ഹെൻഡ്രിക്സ്, ഇപ്പോഴത്തെ ബ്രിട്നി, ശ്രേയ ഘോഷാൽ. യെസ്. എന്തുകൊണ്ട്? ഇവരെല്ലാം അവിടെ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവരെല്ലാം എക്സൈറ്റഡ് ആണ്, എല്ലായിട്ടും ഹാപ്പി, എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിൽ പോകുമ്പോൾ ഏകാന്തത. സഡൻലി ദേ ഫീൽ ശരിക്കും ഒരു ലോൺലിനെസ്. അത് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ ഡ്രഗ് ചെയ്യുന്നത്. ആ ഏകാന്തയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദേ ബിക്കം വിക്ടിംസ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആക്കി ചെയ്യട്ടെ. നമ്മൾ ആലോചിക്കും, എടാ ഇത്രയെല്ലാം പൈസയും ഇതെല്ലാം ഉണ്ടായിട്ട്, പ്രശസ്തി ഉണ്ടായിട്ട്, എന്തിനാണ് ഇയാൾ ഈ മരുന്നും ഈ ഇതൊക്കെ കഴിക്കാൻ തോന്നിച്ചത്? ലോൺലിനെസ്, ലോൺലിനെസ്, ലോൺലിനെസ്. ഓക്കെ, താങ്ക് യു പ്രതാപ് ജി. എന്റെ കൊട്ടേഷൻ, നെയിം ആൻഡ് ഫെയിം ക്യാൻ മേക്ക് യു ഫീൽ ലോൺലി. യു നോ യു ആർ സറൗണ്ടഡ് ബൈ ഫേക്ക് ഫ്രണ്ട്സ് ആൻഡ് സിക്കോ ഫാൻസ്. ചുറ്റും നിൽക്കുന്നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളൊന്നും അല്ല. എല്ലാം മോസ്തുതി പാടുന്നവരും മറ്റായിട്ട് നിൽക്കുന്നത്. സോ യു മിസ് നല്ലൊരു ആത്മാർത്ഥ സുഹൃത്തിനെ കിട്ടുന്നില്ല. ആൻഡ് ദെൻ യു ഫീൽ ലോൺലി. Solitude is pleasant, loneliness is not. രമണ മഹർഷി തിരുവണ്ണാമലയിൽ ജീവിച്ചിരുന്ന പുള്ളിക്കാരൻ മിക്കപ്പോഴും ആരത്തും മിണ്ടത്തില്ല, മൗനമാണ്. ആ സോളിറ്റ്യൂഡ് എൻജോയ്ഡ് ആൻഡ് എൻജോയ്ഡ് വിത്ത് ദി കമ്പനി ഓഫ് നേച്ചർ. ആ കുരങ്ങളൊക്കെ തന്നെ പുള്ളിയെടുത്ത് അടുത്ത് വന്ന് അത്രയ്ക്ക് ഇതായിരുന്നു പുള്ളിയുടെ ആ മൗനം, ഇൻസൈറ്റ്. ഈ ജയിൽ, സൗത്ത് ആഫ്രിക്കയിലെ ഒരു ജയിൽ മുറിയാണ്, ഇത്രയേ ഉള്ളൂ സൈസ് കേട്ടോ. ഇതില് ഇരുന്ന തടവുകാരന്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേ. ലോക പ്രശസ്തനായ തടവുകാരൻ ആർക്കെങ്കിലും അറിയാൻ നോക്കട്ടെ. അതാണ് നിങ്ങളുടെ ഈ ജനറൽ നോളജും കൂടെ ടെസ്റ്റ് ചെയ്യണം. ഇടയ്ക്ക് മറിക്ക് ഞാൻ നിങ്ങളുടെ ജനറൽ നോളജ് ടെസ്റ്റ് ചെയ്യണ്ടേ? യെസ് യെസ് പ്രതാപ്. നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേല. കുറെ കൂടെ ഫാക്ട്സ് ഞാൻ പറയാം. ദാറ്റ് ഈസ് നെൽസൺ മണ്ടേല. എത്ര കൊല്ലാണെന്ന് അറിയാമോ തടവ്?
ഒരു നമ്പർ ഇട്ടെ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടെങ്കിൽ എന്നിട്ടെ, ഒന്നിൽ എന്നിടുക അല്ലെങ്കിൽ ഒരു നമ്പർ ഇടുക. കാണട്ടെ, മറിയാമ്മജി തന്നെ ഒന്ന് വരട്ടെ. അറിഞ്ഞുകൊണ്ടെങ്കിൽ ഒരു എന്നിടുക. ഇവിടെ ഡോക്ടർ താര ഉണ്ട്, എല്ലാവരും ഉണ്ട്. 29. ഓക്കെ, ഷൈലു രാജൻ വരട്ടെ. മറിയാമ്മജി നോ. ഇതൊക്കെ അറിയണം. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് കേട്ടോ. ഇത് ചുമ്മാ യൂസ്ലെസ് ഇൻഫർമേഷൻ അല്ല. ഓക്കെ, 30, 35. ചത്തപാമ്പിന്റെ നീളം കൂടുകയാണ്. ചത്തപാമ്പിന്റെ നീളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാമ്പിനെ അടിച്ചു കൊല്ലുമ്പോ പറയും അടുത്ത ദിവസം എത്ര ഉണ്ടായിരുന്നു, ഒരു 5 അടി നീളം ഉണ്ടായിരുന്നു കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങളൊരു പാമ്പിനെ അടിച്ചു വന്നു, എത്ര 7 അടി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് നിങ്ങളൊരു പാമ്പിനെ അടിച്ചു വന്നു കേട്ടല്ലോ, എത്ര ഉണ്ട്, ഒരു 10 അടി ഉണ്ടായിരുന്നു. അതാണ് ചത്തപാമ്പിന് നീളം കൂടും. അതുപോലെ നമ്മുടെ അടുത്ത് ട്രംപ് എത്ര പറഞ്ഞെന്ന് അറിയാം. അതായത് നമ്മുടെ മറ്റേ ഓപ്പറേഷൻ സിന്ദൂറിൽ ആദ്യം പറഞ്ഞു 5 ജെറ്റ് തകർന്നു വേണം. 2 മാസം കഴിഞ്ഞ 5 7 ഇപ്പൊ അവസാനം 11 കേട്ടോ. എണ്ണം 11 ജെറ്റായി. സോ 27 കൊല്ലം, 27 years ക്രിമിനൽ ചാർജസ് ആണ്. ദേശദ്രോഹത്തിനും പണിയെല്ലാം ചെയ്തു, അക്രമിയായിരുന്നു. അതിൽ 6 വർഷത്തോളം സോളിറ്ററി കൺഫൈൻമെന്റ്. ആ റൂമിനകത്ത് ആരുമില്ല, ഒറ്റയ്ക്കാണ്. എന്തിനാണ് സോളിറ്ററി കൺഫൈൻമെന്റ്? അതോടുകൂടി നമ്മുടെ ആ മനോധൈര്യം എല്ലാം തകർക്കാനാണ്. എന്നിട്ട് അവർ പറഞ്ഞു, നീ അപ്പോളജൈസ് ചെയ്യണം, നീ അപ്പോളജൈസ് വിടാം, ഇനിമേൽ ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല, നീ ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞാൽ വിടാം, വിട്ടേക്കാം, ഫ്രീ ആക്കാം. സാധാരണ കോഴ്സിലാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഇട്ട് കഴിഞ്ഞാൽ എബ്രഹാം വൈദ്യം ചെയ്യും മിക്കവരും ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ എന്ത് പുല്ല്, വെറുതെ അല്ല എന്നെ വിട്ടേച്ചാൽ മതി, പുറത്തോട്ട് വരത്തില്ലേ? ഇല്ല, ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? പുള്ളി എങ്ങനെ രക്ഷപ്പെട്ടത്? റീഡിങ്. ഹി യൂസ് ടു റീഡ് ബുക്സ് ഓഫ് ഫിലോസഫി, ഹിസ്റ്ററി, പോളിറ്റിക്സ്. അതാണ് കമ്പനി. യു ആർ ഇൻ ദി കമ്പനി ഓഫ് എ റൈറ്റർ. ഭാഗ്യത്തിന് അത് അവർ കൊടുത്ത് സമ്മതിച്ചു കേട്ടോ, ബുക്ക് വായിക്കാനായിട്ട്. അത് കൊടുത്തില്ലായിരുന്നെങ്കിൽ മിക്കവാറും നെൽസൺ മണ്ടേല ശരിക്കും വട്ടുപിടിച്ചേനെ. എന്നിട്ടോ ഏകാന്ത തുറന്ന 6 മാസത്തിൽ ഒരിക്കൽ ഒരു ലെറ്റർ എഴുതാം, അല്ലെങ്കിൽ ഒരു ലെറ്റർ റിസീവ് ചെയ്യാം. 6 മാസത്തിൽ ഒരിക്കൽ, വർഷത്തിൽ ഒരിക്കലും ഒരു വിസിറ്റർ കാണാം. ഓയെ എങ്ങനെയുണ്ട്? അത്രയ്ക്ക് സ്ഥിതിയായിട്ട് പുള്ളിക്കാരൻ 1990 പുറത്ത് ഇറങ്ങി. 90 വിചാരിക്കുക, 91. 93 നോബൽ പീസ് പ്രൈസ് കിട്ടുന്നത്. എങ്ങനെയുണ്ട്? അപ്പൊ ഏറ്റവും വലിയ ചട്ടമ്പി തെമ്മാടി എന്ന് പറഞ്ഞ ഒരാള് 27 കൊല്ലം കഴിഞ്ഞ ഉടനെ തെമ്മാടിയെല്ലാം മാറി അങ്ങേര് പീസ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. ഇത് ഇൻജസ്റ്റിസ് അല്ലേ? ആണെന്നുണ്ടെങ്കിൽ എസട്ടെ. ഇത് എത്ര വലിയ ക്രൂവൽ ആയിട്ടുള്ള ഒരു ഇൻജസ്റ്റിസ്. അതെ, യെസ്, താങ്ക് യു. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അപ്പൊ ആ പുള്ളി അവിടെ രക്ഷപ്പെട്ടത് ഇതാണ്. ഇതേപോലെ എന്നെ ഇവിടെ, അതും കൂടെ ഞാൻ പറഞ്ഞേ പറ്റൂ, എന്നെ ഇവിടെ ഹറാസ്മെന്റും ഡിസ്ക്രിമിനേഷനും അതുമായിട്ട് എന്റെ സൂപ്പർവൈസറും ആ മാനേജ്മെന്റ് ടീമും എന്നെ പല രീതിയിലും പീഡിപ്പിച്ചു. അതായത് ഞാൻ ജോലി രാജിവെച്ച് ഓടിപ്പൊക്കളയെന്നുള്ളത്. അവർക്ക് അതാണ് വേണ്ടത്. രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ടെർമിനേഷൻ അല്ല, എംപ്ലോയ്മെന്റ് ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ കേസും ഇതൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അത് ഇത് ചെയ്യണം, രാജിവെപ്പിക്കണം. അതിനുള്ള സമ്മർദ്ദം മിക്കതും ഫലിക്കാതെ വന്നപ്പോൾ അവസാനം വേറെ കുറെ പുതിയ ചാർജസ് ഇട്ടിട്ട് ഫാൾസ് അലിഗേഷൻ. എന്നെ നമ്മുടെ പണ്ട് പറയും റഷ്യയിൽ നിന്ന് സൈബീരിയയിലോട്ട് നാട് കടത്തും, നമ്മുടെ അവിടെ ആൻഡമാൻ നിക്കോബാറിൽ നാട് കടത്തും. അതുപോലെ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യന്റ് കെയറിൽ നിന്ന് മാറ്റിയിട്ട് ഒരു 10-15 മൈൽ ദൂരത്തിലുള്ള ഒരു ഫെഡറൽ ബിൽഡിങ്ങിൽ, അത് ഹോസ്പിറ്റൽ അല്ല, അവിടെ കുറച്ച് കുറെ ക്ലറിക്കൽ പേരൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ബിൽഡിങ്ങിന്റെ ഒക്കെ. അവിടെ ഒരു ചെറിയൊരു ക്യൂബിക്കിൾ, നിങ്ങൾ ടെക്നോ പാർക്കിൽ കണ്ടെങ്കിൽ ഒരു ചെറിയൊരു ക്യൂബിക്കിൾ, എനിക്ക് റൂം പോലും ഇല്ല, ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ഉണ്ട്. ഡയറക്ട് പേഷ്യന്റ് കെയർ ഇല്ല. ഒരു പേഷ്യന്റ് അടുത്തും ഫോണിൽ കൂടെ വിളിച്ച് സംസാരിച്ചുകൂടാ. ഓർഡർ എന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ നേഴ്സുമാരത്തോ ഡോക്ടർമാരത്തോ സംസാരിച്ചുകൂടാ, ഗാഗ് ഓർഡർ എന്ന് പറയും.
ആർക്കും സംസാരിച്ചുകൂടെ. രാവിലെ 8 മുതൽ വൈകുന്നേരം 4 അവിടെ ഇരിക്കണം. എങ്ങനെയുണ്ട് തോമസ് വൈദ്യൻജി? പട്ട് പിടിക്കുമോ? 8 മണിക്കൂർ സംസാരിച്ചുകൂടാ. ഞാൻ സോളിറ്റ്യൂഡായി, അത് ഏറ്റവും ബ്ലെസ്സിങ് ആയി. എനിക്ക് വായനാശീലമുള്ള കാരണം ഞാൻ അവിടെ കുറെ നോൺ ഫിക്ഷൻ ബുക്ക് എടുത്ത് എനിക്ക് ഫ്രീ ടൈം കിട്ടി. സൗകര്യമായില്ലേ? പേജിന് നോക്കുകയും വേണ്ട, എനിക്ക് ശമ്പളം തരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ബുക്കുകളെല്ലാം വായിച്ച് അവിടെ 8 മാസം. അപ്പൊ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഈവൻ ഒരു വിധത്തിൽ ഇതാകത്തില്ല, എന്തെല്ലാം നോക്കിയിട്ടും. പിന്നെ അതിനുശേഷം വേറെ ചില ചാർജസ് എല്ലാം വെച്ച് അവസാനം ഒരു ഫാൾസ് അലിഗേഷനിൽ എന്റെ എംപ്ലോയ്മെന്റ് അവർ ടെർമിനേറ്റ് ചെയ്തു. പിന്നെ ടെർമിനേഷൻ ഓഫ് മൈ എംപ്ലോയ്മെന്റ് ആണ്. പിന്നെ അത് കേസെല്ലാം ഞാൻ ഫയൽ ചെയ്ത് ഞാൻ വിട്ടില്ല. ഞാൻ അങ്ങനെ വിടുന്ന ടൈപ്പ് അല്ല. ഞാനൊരു വിടാക്കണ്ടൻ കൊടാക്കണ്ടനാണ് കേട്ടോ. ഞാൻ അവസാനം 5 കേസ് ഫയൽ ചെയ്ത് 5 ഞാൻ ജയിച്ചു. പറഞ്ഞു വരുന്നത്, ലോൺലിനെസ് ഇമ്പോസ് ചെയ്യുന്നു. എന്തിനാണെന്ന് അറിയാം? സോളിറ്ററി, സോ ദാറ്റ് യു വിൽ ഫീൽ ഗോ മാഡ്. എന്ത് ചെയ്യുന്നുള്ളത് ക്ലിയർ. 8 മാസം നിസ്സാരമല്ല. ദിവസം 8.5 മണിക്കൂർ ആ ക്യൂബിക്കളുടെ അവിടെ ഇരിക്കുക. ഒരാളൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ഡെസ്ക്ടോപ്പിലെ കമ്പ്യൂട്ടറിൽ വരുന്ന ചില ലാബ് റിസൾട്ട് മറ്റെല്ലാം അത് നോക്കി അതിനെ അഡ്രസ് ചെയ്യണം. അതും നേഴ്സുമാരുടെ വിളി സംസാരിക്കരുത്. അതെല്ലാം ആ ഇൻട്രാനെറ്റിൽ കൂടെ എഴുതണം. ദേ ട്രൈഡ് എവറിത്തിങ്. ഞാൻ നെൽസൺ മണ്ടേലയുടെ അതാണ് എന്റെ ഓഫീസ് റൂമിൽ പണ്ടേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോ, നെൽസൺ മണ്ടേലയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. എന്നറിയാമോ എത്രത്തോളം ആശാൻ അതിനെ എൻഡ്യൂർ ചെയ്യുന്നുള്ളത്? നെൽസൺ മണ്ടേല എന്റെ ഹീറോ ആണ്. അതുകൊണ്ട് പറഞ്ഞാൽ അത് 27 വർഷമെല്ലാം ഓർത്തിരിക്കുന്നത്. നെൽസൺ മണ്ടേല ക്യാൻ ഡു ഇറ്റ്. അവിടെ ജയിലിനകത്താണ്. ഇത് ഒന്നുമില്ലെങ്കിലും ഓപ്പൺ ആണല്ലോ. വൈകുന്നേരം 4 കഴിഞ്ഞ് എനിക്ക് പോകാമല്ലോ. വൈകുന്നേരം കഴിഞ്ഞ് വീട്ടിൽ പോകാമല്ലോ. പക്ഷെ അത് അതിലും വ്യവസായിരുന്നില്ലേ. അങ്ങനെയാണ് ഞാൻ പിന്നെ യെസ് ഐ ക്യാൻ ഡു ഇറ്റ് and I will. I live in that solitude that is painful in the youth but delicious in the years of maturity. ആൽബർട്ട് ഐൻസ്റ്റൈൻ പോലും പറയുന്നത് എന്താ അറിയാം? ചെറുപ്പത്തില്, ചെറിയ പ്രായത്തില് അന്നൊക്കെ അത് വലിയ ഇതാണ്, ഒറ്റയ്ക്കിരിക്കാൻ വലിയ പ്രയാസമാണ്. ഓൾഡ് ഏജ് ആയപ്പോൾ ഇങ്ങനെ ആലോചിച്ചു ചിന്തിച്ചതൊക്കെ. ഞാൻ ദിവസവും ഒരു 5:30ക്കും 6:30ക്കും ഇടയ്ക്ക് തന്നെ എണീക്കും. ഉണരും എണീക്കുന്നില്ല, ഉണരും. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ കട്ടിൽ തന്നെ കിടന്നുകൊണ്ട് ഇങ്ങനെ പല തോട്ട്സും എന്റെ ടോക്കിനെ കുറിച്ചോ വേറെ ഏതെങ്കിലും കുറിച്ചോ ഇങ്ങനെ ആ സോളിറ്റ്യൂഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ നല്ല 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 ഐഡിയാസും ഇത് വിട്ടു. അങ്ങനെയാണ് ഈ ടോക്കിനൊക്കെ. ഇന്നത്തെ രാവിലെയാണ് എനിക്ക് പെട്ടെന്ന് ഒന്ന് ഉള്ളൂരിന്റെ അത് കൂടെ ആഡ് ചെയ്യാൻ, അങ്ങനെ ആഡ് ചെയ്താണ് കേട്ടോ. ഇന്ന് രാവിലെ ആഡ് ചെയ്താണ്. നമുക്ക് നാമേ പണിവതുന്നാകം. ഇതിൽ അതെല്ലാം ബാക്കിൽ കിടപ്പുണ്ട്. അപ്പൊ ഇന്നത്തെ ടോക്കിന് അത് പറ്റിയതാണല്ലോ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. സോ ഐ എൻജോയ്. Solitude is independence. And it had been my wish, and with the years I had attained it. ഇവരെല്ലാം നോക്കിയാൽ മതി. ഇവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ബുക്കുകൾ വായിക്കുന്നതും എത്രയോ ബുക്കുകളുണ്ട്. എന്റെ കളക്ഷൻ, ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചയച്ച ബുക്കുകളുടെ ഒരു എണ്ണം എത്രയാണെന്ന് അറിയാം? നാട്ടിലെ എന്റെ വീട്ടിലെ ലൈബ്രറിക്ക് ചുമ്മാ ഒരു ഗസ് ഇട്ടെ, ഒരു നമ്പർ ഇട്ടെ വരട്ടെ മറിയാമ്മജി. ഞാൻ ഇവിടെ നിന്ന് ബുക്കുകളെല്ലാം വാങ്ങിച്ചത് അതിനെ നാട്ടിലോട്ട് ഇവിടെ നിന്ന് ഷിപ്പ് ചെയ്തു. ഒരു 10-15 കൊല്ലം കൊണ്ട് ഞാൻ നാട്ടിൽ ബുക്കുകൾ ഷിപ്പ് ചെയ്ത് എന്റെ വീട്ടിലെ പേഴ്സണൽ ലൈബ്രറിക്ക്. ഒരു നമ്പർ ഇട്ടെ വരട്ടെ കാണട്ടെ എത്രയാണെന്നുള്ളത്. 50,000. അയ്യോ, അത് വലിയ എക്സാജറേഷൻ ആയി. ഓക്കെ, 100 പോരാ. ഓക്കെ, രണ്ടും ഒന്നിലെ ആശാന്റെ നെഞ്ചത്ത് അല്ലെ കളരിക്ക് പുറത്ത് എന്ന് പറയല്ലോ, അതുപോലെയാണ്. ഒന്നില് 50,000 അല്ലെങ്കിൽ 100, രണ്ടും അല്ല, ഒരു 1200ഓളം ബുക്കുകളാണ് ഞാൻ. അതെല്ലാം യൂസ്ഡ് ബുക്ക് സ്റ്റോറിൽ ചെന്ന് മേടിക്കും. ഇവിടെ യൂസ്ഡ് ബുക്ക് സ്റ്റോറിൽ $20 ബുക്കൊക്കെ $5 കിട്ടും. പുതിയ ബുക്കിന് $20 $5 കിട്ടും. അപ്പൊ ഒറ്റ പോലും കഥ പുസ്തകമല്ല. നോൺ ഫിക്ഷൻ, സൈക്കോളജി, ബിസിനസ്, കമ്മ്യൂണിക്കേഷൻ, സ്പിരിച്വാലിറ്റി ടോപ്പിക്സ്. ഈ 1200 ബുക്കും ഫ്രണ്ട് പേജ് വിട്ട് അവസാനം ഒരു വായിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ കള്ളമാണ്. എന്നെ പോലെ വലിയൊരു കള്ളം പറയുന്നവർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല.
അതില് ചില ചാപ്റ്റേഴ്സ് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത് വായിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. സോ ഐ ഹാവ് എ പേഴ്സണൽ കളക്ഷൻ ഓഫ് 1200 ബുക്സ്, നോൺ ഫിക്ഷൻ ബുക്സ്. അത് കിട്ടിയിട്ടുള്ള കമ്പനി, അതൊക്കെയാണ് എൻ്റെ ഈ സ്ട്രെങ്ത്. എൻ്റെ അസറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം ആ റീഡിങ് ഹാബിറ്റ് ഞാൻ ഡെവലപ്പ് ചെയ്താണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത്. I am never lonely when I am reading the Bible. Nothing dissolves loneliness like a session with God's word. ഇദ്ദേഹം ബില്ലി ഗ്രാം എന്ന് പറയുന്നത്, അദ്ദേഹം 100 വയസ്സ് വരെ ജീവിച്ചിരുന്നു. വളരെ 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 ഫേമസ് ആൻഡ് പോപ്പുലർ ആയിട്ടുള്ളത്. അമേരിക്കയിലെ എല്ലാ പ്രസിഡന്റുമാരും ആയിട്ട് പുള്ളി ഉണ്ട്, വൈറ്റ് ഹൗസിലൊക്കെ പോയിട്ടുണ്ട്. പുള്ളി പറഞ്ഞെന്ന് വെച്ചാൽ ആ ബൈബിൾ വായിക്കുമ്പോഴുള്ളത് അത് തന്നെയാണ് നാട്ടിൽ ഹിന്ദുക്കളായിട്ടുള്ളവർ മിക്കവരും ഈ ഭഗവത്ഗീത വേറെ ഡിസ്കോഴ്സുകളൊക്കെ വായിക്കുന്നത്. എനിക്ക് മുസ്ലിംസ് ഖുറാൻ എത്ര പേര് വായിക്കുന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ടു ബി ഫ്രാങ്ക്, എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യത്തിനെ കുറിച്ച് ഇതൊക്കെ വായിക്കാറുണ്ട് മിക്കവരും ദിവസവും. നിങ്ങൾക്ക് വല്ല അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ടേ. എന്റെ അറിവിൽ എന്റെ ഫ്രണ്ട്സ് ആരും തന്നെ ഞാൻ ചോദിച്ചപ്പോൾ ആരും തന്നെ അങ്ങനെ ദിവസം ഖുറാനൊക്കെ വായിക്കുന്നില്ല. പക്ഷെ ബൈബിൾ യെസ്, മിക്കവരും വിളിക്കുമ്പോൾ വൈകുന്നേരം ചില ഇവിടെ അമേരിക്ക തന്നെയുള്ളപ്പോൾ 8 മണിക്ക് വിളിക്കുമ്പോൾ ആൻസർ ചെയ്യത്തില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആൻസർ ചെയ്യും. നിങ്ങൾ വിളിച്ചിരുന്നില്ലേ? ഞങ്ങൾക്ക് ഒരു ബൈബിൾ റീഡിംഗ് ഉണ്ട് വീട്ടില്, ഡിന്നർ കഴിഞ്ഞിട്ട്. സോ ദാറ്റ് ഈസ് ഇറ്റ്. I would pack enough food to last for those 5 days. I would reflect. People often ask me, who are you going to meet? And I would say, to meet myself. ഇത് ആരാണ് പറഞ്ഞെന്നുള്ളത് ഒന്ന് ഗസ് ചെയ്യാമോ? കറക്റ്റ് ആൻസർ പറയുന്ന ആൾക്ക് ഞാൻ ഉഗ്രനായി കൈഡി കൊടുക്കും. ആരാണ്? ഞാൻ ജംഗിളിൽ പോവും. എന്തിനാണ്? എന്നെ മീറ്റ് ചെയ്യാൻ. അത് അവിടെ ചെന്ന് കടുവപ്പുലി മാനെ കാണാനല്ല. ജംഗിളിൽ പോകുന്നത് ഈ മെയിൻ ലൈഫിലെ ആ ക്രൗഡിൽ നിന്നും പോയിട്ട് ഒന്ന് ഒഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരുന്നു. ആരാണ്? അറിയാമോ? അറിഞ്ഞുകൂടാ. ഡോണ്ട് ബി സർപ്രൈസ്ഡ്, ഡോണ്ട് ഫീൽ ബാഡ്. ഞാൻ തന്നെ ചില കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള വായിച്ച് റിസർച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ. എനിക്ക് ഒരു ടോക്കിന് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യാനായിട്ട് കുറെ സമയം ചെലവാക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ അറിയുന്നത്. ഇത് ന്യൂ ഇൻഫർമേഷൻ. ഒരാഴ്ചക്ക് മുമ്പാണ് ഞാൻ അറിയുന്നത് ആ ഇൻഫർമേഷൻ. ദാറ്റ് വൺ ഓതന്റിക് ആണ്. ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഒന്നാണ് മോഡി റിക്കോൺ സെൽഫ് ഡിസ്കവറി സോളോ ജംഗിൾ ട്രിപ്സ്. പുള്ളി യങ് ഏജിൽ തന്നെ, ഇപ്പോഴും പറ്റത്തില്ല, യങ് ഏജിൽ നടന്നിട്ടുള്ള പലപ്പോഴും RSSന്റെ ചെറിയൊരു വർക്കറായിട്ടൊക്കെ ദീപാവലി വരുമ്പോൾ സ്ഥിരം 5 ദിവസം ദീപാവലി സമയത്ത് അടുത്തുള്ള വനപ്രദേശത്തേക്ക് ചെന്ന് അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് തയ്യും. ആൻഡ് ബിഫോർ ഇതിൽ ആക്റ്റീവ് ശരിക്കും വലിയ പൊളിറ്റീഷ്യൻ ആവുന്നതിന് മുമ്പ് പുള്ളിക്കാരന് ഇന്ത്യ മിക്കയിടത്തും യാത്ര ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. ഹിമാലയത്തിൽ നടന്നിട്ടുണ്ട്, ഒരുപാട് ഇതിലേക്ക് നടന്നിട്ടുണ്ട്, അലഞ്ഞിരി നടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പുള്ളി പോകുമ്പോൾ മിക്കവാറും എവിടെയെങ്കിലും വിളിക്കിറങ്ങാനായിട്ട് കക്കൂസൊന്നും ഇല്ലാത്തതാണ് ഓപ്പൺ ആയിട്ട് പറമ്പിലായിരിക്കും അങ്ങനെ വിളിക്കിറങ്ങിയിട്ടുള്ളത്. അതൊക്കെ കൊണ്ടാണ് അങ്ങനെ ആദ്യം വന്നപ്പോ കക്കൂസ്, ഒരു 10 കോടി കക്കൂസ് കെട്ടണമെന്ന് ആർക്ക് തോന്നി? പറയാൻ പറ്റി? ആർക്കെങ്കിലും തോന്നിയോ? ഏതെങ്കിലും പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരെങ്കിലും കക്കൂസിനെ കുറിച്ച് ചിന്തിച്ചു പോലുണ്ടോ? ഇല്ല. അങ്ങനെ അലിഞ്ഞു കഴിഞ്ഞാൽ കക്കൂസ് ഇല്ല ഒരുപാട് സ്ഥലത്ത്. അങ്ങനെ ഓപ്പൺ എയറിൽ ഓപ്പൺ ഡീഫിക്കേഷൻ. അങ്ങനെ ആ യാത്ര ഒരുപാട് ചെയ്താണ് സോളിറ്റ്യൂഡ്. ആ സോളിറ്റ്യൂഡിൽ നിന്ന് കിട്ടിയ കുറെ ഇതൊക്കെയാണ് നോളജും ആ വിസ്റ്റമാണ് പുള്ളി കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഹി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ഒരു മീഡിയ ഇന്റർവ്യൂവിന് വിളിച്ച് വേണ്ട, ചുമ്മാ തർക്കമാണ്, ഇവർ തർക്കിച്ചിട്ടൊന്ന് സമയം കളയുന്നതാണ്, വേസ്റ്റ് ആണ്. പിന്നെ പറഞ്ഞാലല്ല വളച്ചും തിരിച്ചും ഓടിക്കാതെയും എല്ലാം കൂടെ ഇടും. അതുകൊണ്ട് ഹി ഡസൻറ്റ്. എല്ലാം പറയാനുള്ളത് ഒരു മൻ കി ബാത്ത് റേഡിയോ ടോക്ക് ഓരോ മാസവും. ഇത് മിക്കവരും മനസ്സിലാക്കുന്നില്ല. എന്തായാലും മോഡിയെ തന്നെ മനസ്സിലാക്കിയിട്ടില്ല ഒരുപാട് പേര്. മോഡി എല്ലാത്തിലും വിശുദ്ധന് പുണ്യനാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരിക്കലും പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. ഈവൻ ജീസസ് ക്രൈസ്റ്റിനെ ഒരു ഇതിനകത്ത് പള്ളിയിൽ പോയി ചാട്ടവാറൊക്കെ എടുത്ത് കുറേ അടിച്ചു. ശരിയാണോ മറിയാമ്മജി? ജീസസ് ക്രൈസ്റ്റിനെ ഈ ലോസ്റ്റ് ഹിസ് ടെമ്പർ അല്ലേ? അവിടുത്തെ മണി ചേഞ്ചേഴ്സിനെയും അടിച്ച് പുറത്തു ഓടിച്ചു. അപ്പോഴോ അയ്യോ ജീസസ് എന്നും കാരുണ്യവാനാണ്, അങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്തത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും.
ചെയ്യേണ്ടി വരും. അതുപോലെ മോഡിക്ക് ചിലർക്ക് ചെയ്യേണ്ടി വരും. അതാണ് 100% പെർഫെക്ഷൻ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ എനിബഡി. In aloneness, you are in the company of God. Your inner voice talks to you when you are alone. Listen to divine, God or devil. Divine voice, not devil's voice. If you are afraid of being lonely, don't speak truth. Don't blame anybody. Don't criticize others. Don't complain. ആരെങ്കിലും നമ്മൾ ക്രിട്ടിസൈസ് കഴിഞ്ഞാൽ അവർ നമ്മുടെ ശത്രുക്കളായിട്ട് മാറും. അവർ പിന്നെ നമ്മൾ കമ്പനി കട്ട് ചെയ്യും. തീർന്നില്ലേ? എനിക്ക് എന്നെ അങ്ങനെ ഒരു 8-10 പേര് എന്റെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സത്യം പറയുന്ന കാരണം, സത്യം പറയുന്നതാണ് കട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രശ്നമില്ല. കാര്യം എന്താ പറയുക, എനിക്ക് അവരുടെ കമ്പനി ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് എന്റെ കമ്പനി, എന്റെ ഓൺ കമ്പനി, സോളിറ്റ്യൂഡ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ 8-10 പേര് പോയിട്ടുണ്ട്. ഇല്ല, ബട്ട് ഐ വിൽ സ്പീക്ക് ട്രൂത്ത്. Shakespeare, Da Vinci, Benjamin Franklin, Abraham Lincoln never saw or a movie. Radio ഒന്നും ഇല്ല, ടെലിവിഷൻ ഇല്ല, അതൊന്നും ഇല്ല. They are loneless and they knew what to do with it. They were not afraid of being lonely. ശരിയല്ലേ ആ പറയുന്നത്? അന്ന് അവർക്കൊന്നും പ്രശ്നമില്ല. ഇന്ന് ഇതെല്ലാം വന്നതിന് ശേഷം കൂടുതൽ ലോൺലിയാണ്. ഇന്നാണ് ലോൺലിനെസ് ഇതെല്ലാം കൂടുന്നത്. ഇതെല്ലാം വന്നതോടുകൂടി ഈ മോഡേൺ ഗാഡ്ജറ്റ്സും ഇതെല്ലാം വന്നു. പിള്ളേരെ കണ്ടില്ലേ, അവർ ചെന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ലോൺലിനെസ്. അപ്പോഴും സെൽഫോണും വെച്ച് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റിയാലിറ്റി. റീഡിംഗ് വെൽ ഇസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പ്ലഷേഴ്സ് ദാറ്റ് സോളിറ്റ്യൂഡ് കൻ അഫോർഡ് യു. വായനാശീലം വളർത്തുക. അടുത്ത ആഴ്ചത്തെ ടോപ്പിക്. ഐ എം സോറി, ഇതിനെ ഞാൻ ഒരു സെക്കൻഡ് എന്റെ കളർ ഒന്ന് മാറ്റിക്കളയാം, അപ്പോൾ ശരിയാവും. ഓക്കെ, കാണാമോ? ഓക്കെ. സെൽഫ് ടോർച്ചർ, നോ ഗേൾസ് നോ വിൻസ്. ഓക്കെ, ടോക്ക് കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ടോക്ക്? എന്റർടൈനിങ്, എൻലൈറ്റനിങ് ആൻഡ് എംപവറിംഗ് ആയിരുന്നോ? വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. സാറിന്റെ ക്ലാസ്സിന് അഭിപ്രായം പറയാനുള്ളവർക്ക് ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. എബ്രഹാം വൈദ്യൻ തന്നെ ആയിക്കോട്ടെ. യെസ്, പ്രതാപ് ജി. ഒന്നിൽ ചോദിക്കുക, അല്ലെങ്കിൽ ആഡ് ഓൺ. ഒന്നിൽ നിങ്ങൾ തന്നെ വല്ല ആഡ് ചെയ്യുക, നിങ്ങളുടെ സ്വന്തം എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരു സംശയം ചോദിക്കുക. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തോളൂ. ഇത് ഞാൻ ഈ പറഞ്ഞത് റിയൽ ലൈഫിലെ ഒരു ശരിക്കും ഒരു പ്രോബ്ലം ആണോ? ഗ്രോയിങ് പ്രോബ്ലം ആണോ? യെസ്. ഓക്കെ, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. എബ്രഹാം വൈദ്യം ചെയ്ത് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യണം. ആ മൈക്രോഫോൺ ആ ചോന്ന് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? അദ്ദേഹം ഇന്ന് സംസാരിച്ചു, കുറച്ച് ചുണ്ടനക്കുന്നത് കണ്ടു. ഏത് നമ്പറിലാണ്? ഒന്ന് വിവോയാന്ന് തോന്നുന്നല്ലേ? അതെ, വിവോ. അൺമ്യൂട്ട് ചെയ്തോളൂ. മറക്കാതെ. തീർച്ചയായിട്ടും ലോണിന് ഏറ്റവും നല്ല സബ്ജക്റ്റ് ആയിരുന്നു. കാര്യം ഒരു 3 വർഷം മുമ്പ് ഞാൻ ശരിക്കും അനുഭവിച്ചതാ. സ്ട്രോക്ക് വന്ന് കിടന്നപ്പോൾ എനിക്ക് സൂയിസൈഡ് ടെൻഡൻസി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ കഷ്ടകാലത്തിന് എൻ്റെ കണ്ണിൻ്റെ ഐസൈറ്റും തൽക്കാലത്തേക്ക് പോയിട്ട് വായിക്കാനും വയ്യ. അങ്ങനത്തെ ഉള്ള അവസ്ഥ വളരെ ലോണിന് ശരിക്കും ഫീൽ ചെയ്തതാണ്. ഏറ്റവും നന്നായിട്ട് ഞാൻ ക്ലാസ് ഉൾക്കൊണ്ടു. വളരെ താങ്ക്സ് സാർ. എന്ത് സംഭവിച്ചു? 3 കൊല്ലത്തിന് മുമ്പ് എന്ത് സംഭവിച്ചപ്പോഴാണ്? ഒരു സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വന്ന് കിടപ്പിലായി പോയി. ആ സമയത്ത് ഐസൈറ്റ് നന്നായിട്ട് കുറഞ്ഞു, വായിക്കാൻ വയ്യാതായി പോയി. ഓക്കെ, ഞാൻ ഇതിനൊരു ചെറിയ സൊല്യൂഷൻ. ഐ എം ഹാപ്പി നിങ്ങൾ ആ ഒരു പ്രശ്നം കൊണ്ടുവന്ന അറ്റൻഷന്. ഇന്നത്തെ കാലത്ത് വന്നിട്ട് ഓഡിയോ ബുക്സ് ഉണ്ട്. മറ്റേ റീഡിംഗ് ആണല്ലോ ഈ പ്രയാസം വരുന്നത്. ഇന്നിപ്പോഴും ഓഡിയോ ബുക്സ് തന്നെ മിക്കതിനും അവൈലബിൾ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വന്നിട്ട് ഓഡിയോ മറ്റേ സെൽഫോണിലോ മറ്റേ കഴിഞ്ഞാൽ യു ക്യാൻ ഡിസ്കോഴ്സ്, പലരുടെയും ഡിസ്കോഴ്സ് യു ക്യാൻ ലിസൺ ടു. ടെഡ് ടോക്സ് ഉണ്ട്, യൂട്യൂബിൻ്റെ ഉണ്ട്, നിങ്ങൾക്കത് കേൾക്കാം.
അതാണ് അതിന്റെ പരിഹാര മാർഗം. വിഷൻ ഇല്ലാത്തവർക്ക് എങ്ങനെ വായിക്കാൻ പറ്റും? സൊല്യൂഷൻ ഇസ് ദേർ. ഗോട്ട് ഇറ്റ്? അല്ലേ? അതെ അതെ, കുക്കു ആപ്പ് പിന്നെ റീഡ് ചെയ്യാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി. എന്തായാലും നമ്മൾ ഒന്നും ആലോചിച്ചാൽ മതി. ഹെലൻ കെല്ലർ, ഷി വാസ് ബ്ലൈൻഡ്, അതെ, yes. ഷി വാസ് ഡഫ്, ആൻഡ് ഷി എൻജോയ്ഡ് ഹെർ ലൈഫ്. ആൻഡ് എത്ര 80 രാജ്യത്തേക്ക് ട്രാവൽ ചെയ്തു. അതെ. അപ്പം അതെല്ലാം പോസിബിൾ ആണ്. നമ്മളതാണ് നമുക്ക് നാമേ പണിവത് നാഗം. ഷീ മെയ്ഡ് ഹെർ ലൈഫ് ഹെവൻ, അല്ലെ? അതെ. ഹെലൻ കെല്ലർ മെയ്ഡ് ഹെർ ലൈഫ് എ ഹെവൻ. അല്ലെങ്കിൽ നരകവും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ആൾ. ഞാൻ ഇദ്ദേഹത്തിന് ഡോക്ടർ ധനേഷിനെ വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓൾവേസ് ഇതിന്റെ 100% ക്രെഡിറ്റ് ഗോസ് ടു ഡോക്ടർ ധനേഷ്. അദ്ദേഹമാണ് മെനഞ്ഞാന്ന് എന്നെ കയറി വിളിച്ചേച്ച് എനിക്ക് എന്റെ ഇവിടുത്തെ രാത്രി വിളിച്ചേച്ച് ഇങ്ങനെ ടോക്ക് കൊടുക്കാമോ. അപ്പൊ ആദ്യം കമ്മ്യൂണിക്കേഷൻ ചെറിയൊരു ഇതുണ്ടായി. ഇന്നലെയാണെന്ന് ഞാൻ വിചാരിച്ചു. വ്യാഴാഴ്ച രാത്രി വിളിച്ചത് വെള്ളിയാഴ്ച ടോക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ടാണ് പെട്ടെന്നാണ് നോക്കിയത്. ഏകാന്തതയ്ക്ക് മറ്റേ ഇതുണ്ട്, അല്ലെ, സോളിറ്റ്യൂഡിന് വാക്ക് കിട്ടുന്നില്ല. കുറെ തപ്പിയിട്ട് അവസാനം ഇത് കിട്ടി, ഏകാഗീത. അപ്പൊ പുള്ളിക്കാരന് ഇത് വിളിച്ചു. ഞാൻ എന്നെ കൊണ്ട് എപ്പോഴും ഈ നോ പറയാൻ എനിക്ക് മടിയാണ് കേട്ടോ. ഒരാൾ ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നോ പറയാൻ എനിക്ക് എങ്ങനെയെങ്കിലും സാറേ ഇത് ഹെൽപ്പല്ല സാറേ. സാറ് ഇത് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. വെറും ഒരു ഹെൽപ്പല്ല ഇത്. സാറ് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പൊ തന്നെ എബ്രഹാം ഡോക്ടർക്ക് ഉണ്ടായ ആ അനുഭവവും അദ്ദേഹത്തിന് അതിൽ നിന്ന് കിട്ടിയ അനുഭൂതിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഓരോരുത്തരും അനുഭവിക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ നല്ലതും ചീത്ത വശങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നത്. അതുവരെ നമ്മളെല്ലാം ഞാനൊന്നും കണ്ടില്ലേ കേട്ടില്ലേ രാമനാരായണ എന്നും പറഞ്ഞ് മുങ്ങിക്കളയുന്ന ആൾക്കാരാണ്. പക്ഷെ അല്പസമയം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു വെട്ടം അത് എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അതാണ് സാർ ഈ വേദിക്ക് ഇന്ന് തന്നത്. ധനേഷ്, നിങ്ങൾ പറഞ്ഞ അത് തന്നെയാണ് വെച്ചാൽ ഞാൻ എന്റെ ലൈഫിൽ ഓൾ അലോങ് ഞാൻ വന്നിട്ട് നമുക്ക് ഛേദമില്ലാത്ത, അതായത് എനിക്ക് യാതൊരു വിധത്തിലും ഛേദമില്ലാത്ത ബാക്കിയുള്ളവർക്ക് നന്മ കിട്ടുന്ന കാര്യങ്ങൾ യൂസ്ഫുള്ളത് ഞാൻ എന്നും ചെയ്യാൻ ഒരിക്കലും മടിച്ചു നിന്നിട്ടില്ല. ഒരിക്കലും. മെഡിക്കൽ കോളേജ് ട്യൂട്ടറായിട്ടിരുന്നപ്പോഴും ഞാനാണ് ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്തിട്ടുള്ളത് സ്റ്റുഡൻസിന്. എങ്ങനെ? കുറെ പേര് നോക്കൂലി വാങ്ങിക്കാൻ വരുന്ന കുറെ ഡോക്ടേഴ്സ് ഉണ്ട്. അവർ പഠിപ്പിക്കാൻ യാതൊരു താല്പര്യമില്ല. അവർ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പഠിപ്പിക്കാനായിട്ട് വലിയ താല്പര്യമാണ്. അവർ പറയും റെഡി, എന്നെ റെഡി എന്നാ വിളിച്ചിരുന്നത്. റെഡി, എനിക്ക് ചെറിയ തൊണ്ടവേദന, ഇന്ന് എന്റെ സ്റ്റുഡൻസിന് ഒന്ന് ക്ലാസ് എടുത്തേക്കാമോ? ഞാൻ പറയും ശരി. അപ്പം പിന്നെ അവർക്ക് വേറെ ഒരുപാട് പേർക്ക് തൊണ്ടവേദന വരാൻ തുടങ്ങി കേട്ടോ. വേറെയും കുറെ പേർക്ക് തൊണ്ടവേദന പിന്നെ വളരെ കോമൺ ആയി എന്റെ അടുത്ത് വരും. റെഡി, ഒരു ക്ലാസ് എടുക്കാമോ? അല്ല എന്തെങ്കിലും പറയും. ഞാൻ പറയും എടുക്കാം. അങ്ങനെ സാറിന് ബാക്കി 2 ദിവസം എടുക്കാനുള്ള ഞാൻ ഒരു 4 ദിവസം 5 ദിവസമൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. അതേപോലെ ഉച്ച കഴിഞ്ഞാലും ജോലി എടുക്കണ്ട, ഞാനായിട്ട് ഓക്കെ. ഇവർക്ക് വളരെ മോശമായിട്ട് ഉള്ള, വളരെ വീക്കായിട്ടുള്ള ചില സ്റ്റുഡൻസ് ഉണ്ട്, പരീക്ഷ തോറ്റിരിക്കുന്നവർ. അവർക്ക് വേണ്ടി സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നു. അതെല്ലാം ഒരു സർവീസ് എന്നുള്ള രീതിയിൽ. എന്നിട്ട് വൈകുന്നേരം ഹൗസ് സർജൻസിന് ഒരു ക്ലാസ് ഒന്നുമില്ല, ഹൗസ് സർജൻസിന് വേണ്ടി ക്ലാസ് എടുക്കുന്നു. അങ്ങനെ ഐ എം ഓൾവേസ് ദാറ്റ് ഇസ്. അതുകൊണ്ട് കുറെ പേരെങ്കിലും എംപവേർഡ് ആയിക്കഴിഞ്ഞാൽ അത് നാടിന് ഗുണം ചെയ്യും. ശരിയല്ലേ? നല്ല ഒരു ഡോക്ടേഴ്സിനെ ഒന്ന് ഗ്രൂം ചെയ്ത് കൊണ്ടുവന്നാല് നാടിന് ഗുണം ചെയ്യും. അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് റിട്ടയർ ചെയ്ത് ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്ക് ഇത്രയും ബുക്കൊക്കെ വായിച്ചിട്ടുള്ള കുറെ നോളജ് ഉണ്ട്. അതാണ് എൻ്റെ ഒരു മെയിൻ അസറ്റ്. ഈ അസറ്റ് ഞാൻ കൊണ്ട് മുകളിലോട്ട് പോകാൻ പോകുന്നില്ല. അപ്പൊ അതങ്ങ് ഇവിടെ തന്നെ കുറെ ഷെയർ ചെയ്യാം, കുറെ പേർക്കെങ്കിലും ഗുണം കിട്ടട്ടെ. അങ്ങനെ തുടങ്ങിയാണ്. അതിന് നമ്മുടെ കൊറോണ ദേവി, ഏറ്റവും വലിയ ഗ്രാറ്റിറ്റ്യൂഡ് കൊറോണ ദേവിയോട് എനിക്കുള്ള ഇത് കടപ്പാട് അല്പസ്വല്പമൊന്നുമല്ല. ആ കൊറോണ ദേവി വന്നതോടുകൂടിയാണ് ഈ വെബിനാർ പരിപാടി വന്നതും. എന്നെ ഒരാൾ ക്ഷണിക്കുന്നു, ഞാൻ പോലും വിചാരിച്ചല്ല. ആക്സിഡന്റലായിട്ട് ഒരാൾ അവിടെ നിന്ന് ഒരു വെബിനാർ ചെയ്യാമോ? ഞാൻ വെബിനാർ ഒന്നും ചെയ്തിട്ടുമില്ല 2020 മുൻപ്. ഞാൻ പറഞ്ഞ ചെയ്തിട്ടില്ല, ഞാൻ നോക്കട്ടെ ഒരു വെബിനാറിന്റെ. അപ്പോൾ ഒരു വെബിനാർ നോക്കിയപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ തുടങ്ങിയാണ് ഇപ്പോഴത്തെ ഒരു 300ഓളം വെബിനാർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോ ആഴ്ചയും ടോപ്പിക് എല്ലാം ടോട്ടലി ഡിഫറൻറ്റുമാണ്. ഞാൻ ഡയബറ്റീസും ബ്ലഡ് പ്രഷർ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നാൽ സ്റ്റോക്ക് തീരും. സ്റ്റോക്ക് കൂടിപ്പോയ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ തീർന്നു, അല്ലേ? ഡയബറ്റീസ്, കൊളസ്ട്രോള്, ഇത് ഇതേപോലുള്ള ടോപ്പിക് ആകുന്ന കാരണം ഇങ്ങനെ ഇനി ഇവിടെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇനിയും എത്ര ടോപ്പിക് എന്നുള്ളത്. ഒരു
50 ടോപ്പിക് ഉണ്ട് കേട്ടോ. ഇനി ഓരോ ആഴ്ചയും വരാനുള്ളത് അതായത് ഒരു കൊല്ലത്തേക്കുള്ള ടോപ്പിക് ഉണ്ട്. പോരെ? ഓക്കെ, താങ്ക് യു ഓൾ ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. എന്തായാലും നല്ലൊരു ക്ലാസ് തന്ന സാറിന് നന്ദി പറയുന്നതിന് എബ്രഹാം വൈദ്യൻ ഡോക്ടറിനെ ക്ഷണിക്കുകയാണ്. സാറിന് നന്ദി പറയണേ. നന്ദി എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടെ, ഇത്ര നല്ല ക്ലാസുകൾ തരുമ്പോൾ. ഇത് ക്ലാസ്സുകളല്ല, അനുഭവങ്ങളാണ് തരുന്നത്. സാറിന് മാത്രമല്ല, ഒരുപാട് മഹാന്മാരുടെ അനുഭവങ്ങൾ പകർന്നു തന്ന, ഞങ്ങളെ എംപവർ ചെയ്ത സാറിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞൂടാ. IFPSന്റെ പങ്കെടുത്തതും ഇനിയും യൂട്യൂബ് വഴി കേൾക്കാതിരിക്കുന്നതുമായ ഒരുപാട് പേരുടെ നന്ദി ഇപ്പോൾ അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു. നന്ദി എബ്രഹാം വൈദ്യൻ ഡോക്ടറെ. എന്തായാലും എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു ഇന്ന്. സാറിൻ്റെ പോസ്റ്റർ വന്ന ഉടനെ തന്നെ ഞാൻ ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്തു ഏകാഗ്രത എന്താണെന്ന്. അപ്പം തന്നെ അത് കണ്ടുപിടിച്ചിരുന്നു. എന്തായാലും വളരെ വിചിത്രമായ ഓരോ വിഷയങ്ങളുമായിട്ടാണ് അതും നമുക്ക് വളരെയധികം പ്രയോജനം തരുന്ന വിഷയമായിട്ടാണ് സാറ് നമ്മുടെ അടുത്ത് വരുന്നത്. സാറിന് ലഭിച്ച അറിവ് നമുക്ക് ഇത്രയും പങ്കിട്ട് തരുന്നതിനുള്ള സാറിൻ്റെ സന്മനസ്സിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങളുമായിട്ട് എത്രയും വേഗം വരണമെന്ന് അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യുന്നു. നമ്മുടെ ഈ ഇന്നത്തെ 2035 പ്രതിദിന സൂം വെബിനാർ ഇത്രയധികം വിജയകരമാക്കിയ സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഇവിടെ ഒരാളുടെ അവിടെ പേരറിഞ്ഞൂടാ, അവിടെ POCO M3 നെറ്റിക്കുന്നു കേട്ടോ. അതൊന്ന് പേര് മാറ്റിയാൽ കൊള്ളാം, എനിക്ക് വേണ്ടിയിട്ടെങ്കിലും. എനിക്കത് കാണുമ്പോൾ എപ്പോഴും പോസ്കോ ആണ് ഓർമ്മ വരുന്നത് കേട്ടോ. നാട്ടിലെ കൊച്ചുകുട്ടി പിള്ളേരെ പീഡിപ്പിക്കുന്നുണ്ടല്ലോ പോസ്കോ. അതുകൊണ്ട് പോക്കോ കാണുമ്പോൾ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അതൊരു പോസ്കോ. ഞാൻ വെച്ചത് ആരപ്പ ഒരു പോസ്കോ ആൾ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സാർ അങ്ങനെ പറഞ്ഞുകൊണ്ട് അത് മാറ്റാനുള്ള താല്പര്യം വരും. അതിൽ ഹ്യൂമറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റർടൈൻ ചെയ്യാന്നുള്ളതാണ് മെയിനായിട്ട്. അങ്ങനെയെങ്കിലും ഒരു 3 പേര് ചിരിച്ചു കഴിഞ്ഞാൽ അത്രയും നിങ്ങളുടെ ആയുസ് കൂട്ടി. ലാഫ്റ്റർ ഇസ് ദി ബെസ്റ്റ് മെഡിസിൻ. പക്ഷെ ആ പോക്കോ അങ്ങേർക്ക് ചിരി വരത്തില്ല മിക്കവാറും. എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതിന് ദേഷ്യമായിരിക്കും വരുന്നത്. ഇനി അടുത്തവണ ചിലപ്പോൾ അത് അടുത്തവണ പോലെ വരാതെ ഇരിക്കും. രണ്ടും സംഭവിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. നന്ദി. ഗുഡ് നൈറ്റ്.